Good afternoon everyone. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് പറഞ്ഞാൽ സർവേയിങ് ആൻഡ് ജിയോമാറ്റിക്സ് ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1-ലെ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു സർവേയിങ്. സർവേയിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷന്, അതിൻ്റെ പ്രിൻസിപ്പൽസ്, പിന്നെ ലീനിയർ, ആംഗുലാർ ആൻഡ് ഗ്രാഫിക്കൽ മെത്തേഡ്സ്, സർവേ സ്റ്റേഷൻസ്, സർവേ ലൈൻസ്, ranging, bearing of survey lines, local attraction, declination, methods of orientation by compass and by backsighting. പിന്നെ അതിൽ തന്നെ ലെവലിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കും ഉണ്ട്. ലെവലിംഗിൽ പ്രിൻസിപ്പൽസ് ഓഫ് ലെവലിംഗ്, ഡംബി ലെവൽ, ബുക്കിംഗ് ആൻഡ് റെഡ്യൂസിംഗ് ലെവൽസ്, മെത്തേഡ്സ്, സിമ്പിൾ, ഡിഫറൻഷ്യൽ, റെസിപ്രോക്കൽ ലെവലിംഗ്, പ്രൊഫൈൽ ലെവലിംഗ് ആൻഡ് ക്രോസ് സെക്ഷനിങ്. പിന്നെ ഡിജിറ്റൽ ആൻഡ് ഓട്ടോ ലെവൽ, എറേഴ്സ് ഇൻ ലെവലിംഗ്. പിന്നെ കോൺജറിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും ഉണ്ട്. അതിൽ ക്യാരക്ടറിസ്റ്റിക്സ്, മെത്തേഡ്സ് ആൻഡ് യൂസസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് സർവേയിങ്, അതായത് സർവേയിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സോ സർവേയിങ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ആർട്ട് ഓഫ് determining the relative positions of points on, above or beneath the surface of the earth with respect to each other by measurements of horizontal and vertical distances, angles and directions. അപ്പോൾ സർവേയിങ് എന്ന് പറഞ്ഞത് എർത്ത് സർഫേസിലുള്ള എല്ലാ പോയിന്റ്സിനെയും നമ്മൾ കണ്ടുപിടിക്കുക, പിന്നെ അതിൻ്റെ റിലേറ്റീവ് പൊസിഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം. അതാണ് സർവേയിങ്. റിലേറ്റീവ് പൊസിഷൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എ ബി സി ഡി പറഞ്ഞ പ്ലോട്ട് ഉണ്ടെങ്കിൽ എ ടു ബി തമ്മിലുള്ള ഡിസ്റ്റൻസ്, ബി ടു ഡി തമ്മിലുള്ള ഡിസ്റ്റൻസ്, സി ടു ഡി തമ്മിലുള്ള ഡിസ്റ്റൻസ്, അങ്ങനെ വിത്ത് റെസ്പെക്ട് ടു എ ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ്, വിത്ത് റെസ്പെക്ട് ടു എ സിന്ന് എയിലോട്ടുള്ള ഡിസ്റ്റൻസ്, ഇതിനാണ് റിലേറ്റീവ് പൊസിഷൻസ് എന്ന് പറയുക. അപ്പോൾ സർവേയിങ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള എർത്തിലുള്ള എല്ലാ പോയിന്റ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക, അതേപോലെ റിലേറ്റീവ് പൊസിഷൻസ് കണ്ടുപിടിക്കുക. ഈ റിലേറ്റീവ് പൊസിഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ബൈ മെഷർമെൻറ്റ്സ് ഓഫ് ഹൊറിസോണ്ടൽ, അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, പിന്നെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അവർ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, പിന്നെ അവർ തമ്മിലുള്ള ആംഗിൾസ്, ഡയറക്ഷൻ, ഇങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് പൊസിഷൻസ് ആൻഡ് പോയിന്റ്സ് കണ്ടുപിടിക്കുക. ആൻഡ് ടേക്കിംഗ് ദ ഡീറ്റെയിൽ ഓഫ് ദീസ് പോയിന്റ്സ് ആൻഡ് ബൈ പ്രിപ്പയറിംഗ് എ മാപ്പ് ഓർ പ്ലാൻ ടു സ്യൂട്ടബിൾ സ്കെയിൽ. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ഈ മാപ്പും പ്ലാനും ഒക്കെ ഉണ്ടാക്കും. ഈ സർവേന് വേണ്ടി ആവശ്യമുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ മാപ്പും പ്ലാനും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മാപ്പും പ്ലാനും ഉണ്ടാക്കാനാണ് മെയിനായിട്ട് സർവേ ചെയ്യുന്നത്. അതിന് മാത്രമല്ല വേറെയും കുറേ കാര്യങ്ങളുണ്ട്, അത് അടുത്ത ഇതിൽ പഠിക്കും. സോ എന്താണ് സർവേയിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്? എല്ലാവർക്കും സർവേൻ്റെ ഡെഫിനിഷൻ ക്ലിയർ ആണോ? സർവേയിങ്ങിൻ്റെ ഡെഫിനിഷൻ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കാനുള്ളത് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് സർവേയിങ്. ഇമ്പോർട്ടൻസ് ഓഫ് സർവേയിങ് എന്ന് പറയുമ്പോൾ ദ ഫസ്റ്റ് നെസസിറ്റി ഇൻ സർവേയിങ് ഇസ് ടു പ്രിപ്പയർ എ പ്ലാൻ ആൻഡ് മാപ്പ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സർവേയിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് ആദ്യം ഒരു പ്ലാനും മാപ്പും ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ പ്ലാനും മാപ്പും ഉണ്ടാക്കാൻ ഈ എർത്ത് സർഫേസിലുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ നോക്കണം, എന്നിട്ട് അതനുസരിച്ച് പ്ലാനും മാപ്പും ഉണ്ടാക്കും. Then the planning and design of all civil engineering projects such as railways, highways, tunneling, irrigation, dams, reservoirs, waterworks, massive building etc. are based upon surveying measurements. അപ്പോൾ ഏതൊരു എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റിൻ്റെയും തുടക്കം നമ്മൾ സർവേയിങ് ആണ് ചെയ്യാറ്. ഏതൊരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് സച്ച് ആസ് റെയിൽവേസ്, പിന്നെ ഹൈവേസ്, ടണലിങ്സ്, ഇറിഗേഷൻ, ഇതൊക്കെ ഫസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഏരിയ, ഈ കൺസ്ട്രക്ഷൻ വരാൻ പോകുന്ന ഏരിയ നമ്മൾ സർവേ ചെയ്തിട്ട് അതിൻ്റെ ഓരോ എലിവേഷനും അതിൻ്റെ ഓരോ പോയിന്റ്സിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് നോക്കും. പിന്നെ ദ മെഷർമെൻറ്റ് ഓഫ് ലാൻഡ് ആൻഡ് ദ ഫിക്സേഷൻ ഓഫ് ഇറ്റ്സ് ബൗണ്ടറീസ്. അപ്പോൾ ഒരു ലാൻഡിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ, പിന്നെ അതിൻ്റെ ആ ലാൻഡിൻ്റെ ബൗണ്ടറി എന്തൊക്കെയാണെന്നുള്ളത് ഫിക്സ് ചെയ്യാനും ഈ സർവേയിങ് യൂസ് ചെയ്യും. Then the economic feasibility of the engineering project cannot be properly. അപ്പോൾ എഞ്ചിനീയറിംഗ് എക്കണോമിക് ഫീസ്, ഒരു പ്രൊജക്റ്റിൻ്റെ എക്കണോമിക് ഫീസിബിലിറ്റി നമ്മൾ നോക്കാൻ സർവേയിങ് ചെയ്യണം. അപ്പം ഒരു പ്രൊജക്റ്റ് എത്ര എമൗണ്ട് ക്യാഷ് ആവും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവേയിങ് ചെയ്യണം. അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേയിങ്. അപ്പോൾ ഈ സർവേയിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞു ടു പ്രിപ്പയർ പ്ലാൻ ഓർ മാപ്പ് ഓഫ് ദ ഏരിയ സർവേഡ്. അപ്പോൾ ഒരു പ്ലാനോ മാപ്പോ ഉണ്ടാക്കാൻ ആ ഒരു ഏരിയൻ്റെ. പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബൗണ്ടറീസ് ഓഫ് പ്രോപ്പർട്ടീസ് വിത്ത് റെഫറൻസ് ടു ദ അവൈലബിൾ റെക്കോർഡ്സ്. അപ്പോൾ
ഒരു ഏരിയൻ്റെ ബൗണ്ടറി എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു നോക്കാനും വേണം, സർവേ ചെയ്യണം. പിന്നെ പ്ലോട്ട് സബ് ഡിവിഷൻ, ഇപ്പോൾ ഒരു വലിയൊരു പ്ലോട്ടാണെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും, ചെറിയ ചെറിയ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. പിന്നെ അപ്പോൾ ഇതിനും നമ്മൾ സർവേയിങ് ആവശ്യമാണ്. ദെൻ മെഷർമെൻറ്റ്സ് ഓഫ് ക്വാണ്ടിറ്റീസ് ഇൻ കട്ടിംഗ് ആൻഡ് എംബാക്ക്മെൻറ്റ് യൂസിങ് കോൺജേഴ്സ്. അപ്പം ഈ നമ്മളൊരു കനാൽ അതേപോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതൊരു ഗ്രൗണ്ട് ലെവലാണെങ്കിൽ കനാൽ ട്രപ്പിസോയിഡൽ കനാലാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെങ്കിൽ അടിയിലേക്ക് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും, അതായത് കുഴിച്ച് മണ്ണ് എടുത്ത് കളയേണ്ടി വരും. ഇതിനാണ് കട്ടിങ് പറയും. ഇവിടെ കുഴിച്ച് മണ്ണ് എടുത്ത് കളയേണ്ടി വരും. അപ്പം ഈ എത്ര മണ്ണ് കുഴിക്കണം അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നത് സർവേയിങ്ങിലൂടെയാണ്. ദെൻ സെക്യൂറിങ് ഡാറ്റ ഫോർ മേക്കിംഗ് പ്ലാൻസ് ആൻഡ് മാപ്പ്. അപ്പോൾ പ്ലാനും മാപ്പും ഉണ്ടാക്കാനുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് സർവേയിങ്ങിലൂടെയാണ്. ദെൻ മെഷർമെൻറ്റ്സ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ്സ്. അപ്പോൾ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യൽ സർവേയിങ്ങിലൂടെയാണ്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിന്റ്. റിലേറ്റീവ് പൊസിഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു പ്ലോട്ടിൽ എ ബി സി എന്നുള്ള 3 പോയിന്റ് ഉണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എ ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ്, ബി ടു എ ഉള്ള ഡിസ്റ്റൻസ് ഇപ്പോൾ 2 മീറ്റർ ആണെങ്കിൽ സി ടു എ ഉള്ള ഡിസ്റ്റൻസ് 3 മീറ്റർ. അപ്പോൾ ഒരു പോയിന്റിൽ 2 പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനാണ് റിലേറ്റീവ് പൊസിഷൻസ് എന്ന് പറയുക. അത് 2 പാരാമീറ്റർ വെച്ചിട്ട് ഒരു പോയിന്റിനെ ഡിഫൈൻ ചെയ്യലാണ് റിലേറ്റീവ് പൊസിഷൻസ്. അപ്പോൾ ഈ ഡിറ്റർമിനേഷൻ ഓഫ് റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിന്റും സർവേയിങ്ങിലുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ ടു പ്രിപ്പയർ നാവിഗേഷണൽ ചാർട്ട്സ് ഫോർ യൂസ് ഓൺ ലാൻഡ്, എയർ ആൻഡ് സീ. അപ്പോൾ ഈ നാവിഗേഷണൽ ചാർട്ട്, അതായത് വഴി കാണിക്കുന്ന ചാർട്ടും മാപ്പും ഒക്കെ ലൊക്കേറ്റ് ചെയ്യാനും സർവേയിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ ടു സെറ്റ് ഔട്ട് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ്. ടു സെറ്റ് ഔട്ട് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ വീടിനൊക്കെ ആദ്യം ഒരു പ്ലോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കുറ്റി അടിക്കും, എന്നിട്ട് ആ പ്ലാനിലുള്ള അതേപോലെ നമ്മൾ ആ ഒരു പ്ലോട്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ ബെഡ്റൂം ബാത്റൂം എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് പിന്നെ ഫൗണ്ടേഷന് വേണ്ടി കുഴിക്കുക. അപ്പോൾ ഇതിനാണ് ടു സെറ്റ് ഔട്ട് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് എന്ന് പറഞ്ഞത്. ഒരു പ്ലോട്ട് ഓരോ റൂം എന്ന രീതിയിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കുറ്റി അടിച്ച് വെക്കുന്നതാണ് ടു സെറ്റ് ഔട്ട് എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേയിങ്. അപ്പം ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേയിങ് എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? അടുത്തത് സർവേയിങ് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. മെയിനായിട്ട് 2 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് സർവേയിങ്ങിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്ലെയിൻ സർവേയിങ്, പിന്നെ ജിയോഡറ്റിക് സർവേയിങ്. അപ്പോൾ ഇതാണ് സർവേയിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ പ്ലെയിൻ സർവേയിങ്. ഇൻ പ്ലെയിൻ സർവേയിങ് ദ മീൻ സർഫേസ് ഓഫ് ദ എർത്ത് ഈസ് കൺസിഡേർഡ് ആസ് പ്ലെയിൻ ആൻഡ് സ്ഫെറിക്കൽ ഷേപ്പ് ഈസ് നെഗ്ലക്റ്റഡ്. നമുക്കറിയാം എർത്ത് സർഫേസ് ഒരു സ്ഫെറിക്കലായിട്ടാണ് പഠിക്കുന്നത്, അതായത് സ്ഫെറിക്കലാണ് നമ്മൾ എർത്ത് ഉള്ളത്. ഒരു ജിയോയിഡ് ഓർ സ്ഫെറിക്കൽ ഇൻ ഷേപ്പ് എന്ന് പറയാം. അപ്പം ഈ പ്ലെയിൻ സർവേയിങ് എന്ന് പറയുമ്പം ഈ സ്ഫെറിക്കൽ കർവേച്ചർ, അത് എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യാതെ എർത്ത് ഒരു പ്ലെയിൻ സർഫേസ് എന്ന രീതിയിൽ നമ്മൾ സർവേ ചെയ്യുകയാണെങ്കിൽ അതിനെ പ്ലെയിൻ സർവേയിങ് എന്ന് പറയും. അതിൻ്റെ എർത്തിൻ്റെ കർവേച്ചർ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല പ്ലെയിൻ സർവേയിങ്ങിൽ. The error caused by assuming the earth to be a plain area is not serious if the area measured is small, say within 250 km². അപ്പോൾ ഈ പ്ലെയിൻ സർവേയിങ്ങിൽ ദ സർഫേസ് ഓഫ് ദ എർത്ത് ഈസ് കൺസിഡേർഡ്, എർത്ത് ഒരു പ്ലെയിൻ സർഫേസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇതിലൊരു സ്ഫെറിക്കൽ ഷേപ്പിൽ ഈ എർത്തിൻ്റെ സ്ഫെറിക്കൽ ഷേപ്പ് നെഗ്ലക്റ്റ് ചെയ്യുന്നു. ദെൻ ദ എറർ കോസ്ഡ് ബൈ അസ്യൂമിങ് ദ എർത്ത് ടു ബി എ പ്ലെയിൻ ഏരിയ ഇഫ് ദ ഏരിയ മെഷർഡ് സ്മോൾ, സേ വിത്തിൻ 250 km². അതായത് ഈ പ്ലെയിൻ സർവേയിങ് യൂസ് ചെയ്യണം. ഇപ്പോൾ ഏരിയ നമുക്ക് മെഷർ ചെയ്യേണ്ടത് 250 km² താഴെ ആണെങ്കിൽ അതിനെ പ്ലെയിൻ സർവേയിങ് എന്ന് പറയും. In geodetic surveying എന്ന് വെച്ചാൽ in geodetic surveying the curvature of the earth is considered. So geodetic surveys are conducted with high degree of accuracy for works of larger magnitude. അപ്പോൾ ഈ geodetic surveyingൽ എർത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഇത് ക്യാരിഡ് ഔട്ട് ഫോർ ഏരിയ. ഈ സർവേയിങ് 250 km²നെക്കാട്ടിയുള്ള ഏരിയയിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സർവേയിങ്ങിനെ നമുക്ക് ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് സർവേയിങ്ങിനെ നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിലാണ് ചെയിൻ സർവേയിങ്.
ഇൻ ചെയിൻ സർവേയിങ് only ലീനിയർ മെഷർമെന്റ്സ് ആർ മെയ്ഡ് ഇൻ ദ ഫീൽഡ്. അപ്പോൾ ലീനിയർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് മാത്രം, അതായത് A to B എന്നുള്ള ഒരു ലീനിയർ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് ചെയിൻ സർവേയിങ് യൂസ് ചെയ്യുക. ഇതിൻ്റെ ഇൻസ്ട്രുമെന്റ് പറഞ്ഞാൽ ചെയിൻ ആണ്. So the principal equipment being the measuring chain. ഈ measuring chain ആണ് ഇതിൻ്റെ ഇൻസ്ട്രുമെന്റ്. This method is well suited to relatively small areas with simple details. അപ്പോൾ ചെറിയ ഏരിയയും അധികം ഡീറ്റെയിലിംഗ് ഇല്ലാത്ത, അതായത് കുറേ അൺഡുലേറ്റിംഗ് ആയിട്ടുള്ള സർഫസ് ഇല്ലാത്ത ഒരു ഏരിയയിലാണെങ്കിൽ നമ്മൾ ചെയിൻ സർവേയിങ് ചെയ്യാം. അപ്പോൾ അതിന് എറർ കുറവായിരിക്കും. പക്ഷേ അൺഡുലേറ്റിംഗ് ഏരിയയിൽ ചെയിൻ സർവേയിങ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പർ മെഷർമെൻറ്റ്സ് കിട്ടണമെന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഏരിയയിലാണ് നമ്മൾ മെയിനായിട്ട് ചെയിൻ സർവേയിങ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് കോമ്പസ് സർവേയിങ്. ഇൻ കോമ്പസ് സർവേയിങ് ഡയറക്ഷൻസ് ഓഫ് സർവേ ലൈൻസ് ആർ ഡിറ്റർമൈൻഡ് വിത്ത് എ മാഗ്നറ്റിക് കോമ്പസ്. അപ്പോൾ കോമ്പസ് സർവേയിൽ ഡയറക്ഷൻസ്, ഒരു സർവേ ലൈനിൻ്റെ ഡയറക്ഷൻസ് കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. എ ചെയിൻ ഓർ ടേപ്പ് ഇസ് യൂസ് ഫോർ ലീനിയർ മെഷർമെൻറ്റ്. ഡയറക്ഷൻസ് കോമ്പസ് യൂസ് ചെയ്തിട്ടും പിന്നെ ലീനിയർ മെഷർമെൻറ്റ് നമ്മൾ ചെയിൻ ഓർ ടേപ്പ് യൂസ് ചെയ്യും. ഇതിനാണ് കോമ്പസ് സർവേ എന്ന് പറയുക. ദെൻ പ്ലെയിൻ ടേബിൾ സർവേ. It is a graphical method of survey in which field observations and plottings proceed simultaneously. അപ്പോൾ പ്ലെയിൻ ടേബിൾ സർവേ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. അപ്പം ഈ ഫീൽഡിൽ വെച്ചിട്ട് തന്നെ പ്ലെയിൻ ടേബിൾ വെക്കും. പിന്നെ ഈ സർവേ നടക്കുന്ന ഫീൽഡിൽ നമ്മൾ പ്ലെയിൻ ടേബിൾ വെച്ചിട്ട് അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ തന്നെ നമ്മൾ ഫീൽഡ് ബുക്കിൽ പ്ലോട്ട് ചെയ്യും. സൈമിൾട്ടേനിയസ്ലായിട്ട് ഇത് രണ്ടും നടക്കുന്നതിനാണ് പ്ലെയിൻ ടേബിൾ സർവേയിങ് എന്ന് പറയുന്നത്. Then leveling. This is a method of surveying in which the relative vertical heights of the points are determined. അപ്പോൾ ഈ മെത്തേഡ് പറഞ്ഞാൽ വെർട്ടിക്കൽ ഹൈറ്റ്സ്, ഒരു ഏരിയയിലുള്ള ഡിഫറൻസ് ഇൻ വെർട്ടിക്കൽ ഹൈറ്റ്സ്. ഇപ്പോൾ ഇത് ഒരു ഹില്ലി ഏരിയ ആണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഈ ഹൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് കാണാനാണ് ലെവലിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ടൈപ്പ് ഓഫ് സർവേയിങ് ആണ് തിയോഡലൈറ്റ് സർവേയിങ്. അപ്പോൾ ഇതിൽ ഇൻ ദിസ് സർവേ തിയോഡലൈറ്റ് ഇസ് ദ മെയിൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ്. അപ്പോൾ ബോത്ത് ഹൊറിസോണ്ടൽ ആംഗിൾസും ഇതിൽ മെഷർ ചെയ്യാം, വെർട്ടിക്കൽ ആംഗിൾസും യൂസ് ചെയ്യാം. ഇതാണ് തിയോഡലൈറ്റ് എന്നൊരു ഇൻസ്ട്രുമെന്റ്. ഈ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് നമ്മളിത് സർവേ ചെയ്യുന്നത്. ആൻഡ് ഡിസ്റ്റൻസ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ്സ് ആർ കമ്പ്യൂട്ടഡ് ലേറ്റർ. പിന്നെ ഡിസ്റ്റൻസും ഹൈറ്റ് ഡിഫറൻസും ഒക്കെ പിന്നെ അതിൽ കോമ്പ്യൂട്ട് ചെയ്യും. പിന്നെയാണ് ടാഷിയോമെട്രിക് സർവേ. This is a rapid and economic surveying by which the horizontal distances and the difference in elevations are determined indirectly using a theodolite and graduated rod. അപ്പോൾ ഇതൊരു റാപ്പിഡ് ആൻഡ് എക്കണോമിക്കൽ സർവേയിങ് ആണ്. ഇതിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസും കാണാം ആൻഡ് ഡിഫറൻസ് ഇൻ എലിവേഷൻ, അതായത് ഹൈറ്റുള്ള ഡിഫറൻസും കാണാം. യൂസിങ് എ തിയോഡലൈറ്റ്, ഒരു തിയോഡലൈറ്റ് വെച്ചിട്ടാണ് നേരത്തെ ആ തിയോഡലൈറ്റ് സർവേയിൽ യൂസ് ചെയ്യുന്ന അതേ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് ഇതും ചെയ്യൽ. ആൻഡ് ഗ്രാജുവേറ്റഡ് റോഡ്, ഒരു റോഡും ഉണ്ടാവും. പിന്നെ ഉള്ളതാണ് ഫോട്ടോഗ്രാമെറ്റിക് സർവേ. ഇൻ ദിസ് ഫീച്ചേഴ്സ് ഓഫ് ദ സർവേസ് ഓഫ് ദ എർത്ത് ആർ ലൊക്കേറ്റഡ് ബൈ മെഷറിംഗ് ഫ്രം ഫോട്ടോഗ്രാഫ്സ് ടേക്കൺ ഫ്രം സ്കൈ യൂസിങ് എയർക്രാഫ്റ്റ്സ്. അപ്പം ഇത് എയർക്രാഫ്റ്റ്സിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ടുള്ള ഫോട്ടോഗ്രാഫ് എടുക്കും. അത് വെച്ചിട്ടാണ് ഇതിൽ സർവേ ചെയ്യുക. ദെൻ ടോട്ടൽ സ്റ്റേഷൻ സർവേയിങ്. ഇലക്ട്രോണിക് സർവേ എക്യുപ്മെന്റ് ടു പെർഫോം ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മെഷർമെന്റ്സ്. ലേറ്റസ്റ്റ് മെത്തേഡ് ഓഫ് സർവേയിങ്. ഇതാണ് ഇപ്പം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് സർവേയിങ്. ഇതിൽ ഇലക്ട്രോണിക് സർവേ എക്യുപ്മെന്റ് ആണ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മെഷർമെന്റ് എടുക്കാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് ടോട്ടൽ സ്റ്റേഷൻ. ഇതാണ് ടോട്ടൽ സ്റ്റേഷൻ. ഇത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മെഷർമെന്റ് അതിൽ തന്നെ എടുക്കും, എന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രീനിൽ തന്നെ അത് ഡിസ്പ്ലേ ചെയ്യും. ഇതാണ് ടോട്ടൽ സ്റ്റേഷൻ സർവേയിങ്. ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പേർപ്പസ് ഓഫ് സർവേ. നേരത്തെ നമ്മൾ സർവേൻ്റെ ഇൻസ്ട്രുമെൻ്റ് അനുസരിച്ച് സർവേനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് പഠിച്ചു. ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പേർപ്പസ് സർവേൻ്റെ പർപ്പസ് അനുസരിച്ച് സർവേസ് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പറയുമോ? ഓക്കെ. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് അല്ലേ? ചെയിൻ സർവേ അതല്ലേ ചോദിച്ചെനിക്കിൽ? ഓക്കെ. ചെയിൻ സർവേ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയിൻ യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് സർവേ ചെയ്യുക, അതാണ് ചെയിൻ സർവേ. ചെയിൻ ആയിരിക്കും ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്. പിന്നെ അപ്പം കോമ്പസ് സർവേ എന്ന് പറഞ്ഞാൽ ഈ കോമ്പസ് വെച്ചിട്ട് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യും. അതേപോലെ കോമ്പസ് സർവേയിൽ ഈ കോമ്പസ് വെച്ചിട്ട് ആംഗിൾ മാത്രമേ മെഷർ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഡിസ്റ്റൻസ് അളക്കൽ എങ്ങനെ? ചെയിൻ വെച്ചിട്ട് തന്നെ. ഇതിനാണ് കോമ്പസ് സർവേയിങ് എന്ന് പറയുക. ചെയിൻ സർവേയിങ്ങിൽ നമുക്ക് ആംഗിൾ മെഷർമെൻറ്റ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് മാത്രമാണ് മെഷർ ചെയ്യുക. കോമ്പസിൽ ഡിസ്റ്റൻസും
ആംഗിൾസും മെഷർ ചെയ്യാം. ആംഗിൾസ് കോമ്പസ് വെച്ചിട്ടും ഡിസ്റ്റൻസ് ജസ്റ്റ് ചെയിൻ ഓർ ടേപ്പ് വെച്ചിട്ടാണ് കോമ്പസ് സർവേയിങ്ങിൽ മെഷർ ചെയ്യുക. ഓക്കെ. പിന്നെ പ്ലെയിൻ ടേബിൾ സർവേ എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ കാണുമ്പോൾ ഈ ഒരു പ്ലെയിൻ ടേബിൾ ഫീൽഡിൽ കൊണ്ടുവെക്കും. എന്നിട്ട് ഫീൽഡിലുള്ള ഓരോ മെഷർമെൻറ്റും ഈ ടേബിളിലുള്ള ഫീൽഡ് ബുക്കിലോ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് സൈമിൾട്ടേനിയസിലായിട്ട് സർവേയും ചെയ്യും, അതേപോലെ റെക്കോർഡിങ്ങും നടക്കും. അതാണ് പ്ലെയിൻ ടേബിൾ സർവേ. പിന്നെ ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ മെത്തേഡ് ഓഫ് സർവേയിങ് ഇൻ വിച്ച് ദ റിലേറ്റീവ് വെർട്ടിക്കൽ ഹൈറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് ആർ ഡിറ്റർമൈൻഡ്. അതായത് ഒരു സ്ഥലത്തിൻ്റെ എലിവേഷനൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതിനാണ് ലെവലിംഗ് എന്ന് പറയുക. ഒരു എലിവേഷൻ ഡിഫറൻസ്, അതായത് ഹൈറ്റ് ഡിഫറൻസ് ഒക്കെ മെഷർ ചെയ്യാനാണ് ലെവലിംഗ് യൂസ് ചെയ്യുക. പിന്നെ തിയോഡലൈറ്റ് സർവേ പറഞ്ഞാൽ, തിയോഡലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർവേയിങ് എക്വിപ്മെൻ്റ് ആണ്, ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ആ ഇൻസ്ട്രുമെൻ്റ് വഴി നമ്മൾ സർവേ ചെയ്യുന്നതിനാണ് തിയോഡലൈറ്റ് സർവേയിങ് എന്ന് പറയുക. ആൻഡ് ഇൻ ദ സർവേ തിയോഡലൈറ്റ് ഇസ് ദ മെയിൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് തിയോഡലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ബോത്ത് ഹൊറിസോണ്ടൽ ആംഗിൾസും തിയോഡലൈറ്റ് വെച്ച് മെഷർ ചെയ്യുക, അതേപോലെ വെർട്ടിക്കൽ ആംഗിൾസ്. ഹൊറിസോണ്ടൽ ആംഗിൾസ് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ആംഗിൾസ്, വെർട്ടിക്കൽ ആംഗിൾസ് പറഞ്ഞാൽ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള ആംഗിൾസ്. ആൻഡ് ഡിസ്റ്റൻസ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ആർ കമ്പ്യൂട്ടഡ് ലേറ്റർ. പിന്നെ ഡിസ്റ്റൻസും ഓൾട്ടിറ്റ്യൂഡൊക്കെ പിന്നെ ഡിസ്റ്റൻസ് ഒക്കെ ചെയിൻ വഴിയൊക്കെ നമുക്ക് പിന്നെ കമ്പ്യൂട്ട് ചെയ്യാം. ദെൻ ടാഷ്യോമെട്രിക് സർവേ എന്ന് പറഞ്ഞാൽ ടാഷ്യോമീറ്റർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് എ റാപ്പിഡ് ആൻഡ് എക്കണോമിക് സർവേയിങ് ബൈ വിച്ച് ദി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ് ആൻഡ് ദ ഡിഫറൻസസ് ഇൻ എലിവേഷൻസ് ആർ ഡിറ്റർമൈൻഡ്. അപ്പോൾ ഇതിലൂടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസും കണ്ടുപിടിക്കാൻ പറ്റും, ആൻഡ് എല്ലാ ഡിഫറൻസ് ഇൻ എലിവേഷനും കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇതിൽ യൂസിങ് എ തിയോഡലൈറ്റ് ഈ ടാഷ്യോമീറ്ററിൽ യൂസ് ചെയ്യും. പിന്നെ ഒരു ഗ്രാജുവേറ്റിംഗ് റോഡ്, ഇത് രണ്ടും വെച്ചിട്ടാണ് ടാഷ്യോമെട്രിക് സർവേ നടത്തുന്നത്. ഓക്കെ. ദെൻ ഫോട്ടോഗ്രാമെട്രിക് സർവേ. ഇൻ ദിസ് ഫീച്ചർ ഓൺ ദ സർഫേസ് ഓഫ് ദ എർത്ത് ആർ ലൊക്കേറ്റഡ് ബൈ മെഷറിംഗ് ഫ്രം ഫോട്ടോഗ്രാഫ്സ് ടേക്കൺ ഫ്രം സ്കൈ യൂസിങ് എയർക്രാഫ്റ്റ്. അപ്പോൾ എയർക്രാഫ്റ്റ് വഴി, അത് എർത്തിൻ്റെ മുകളിൽ നിന്ന് എയർക്രാഫ്റ്റ് വഴി ഫോട്ടോസ് നമ്മൾ എടുക്കും. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ എർത്തിലുള്ള പോയിന്റ്സിനെ നോട്ട് ചെയ്യും. അതിനെയാണ് ഫോട്ടോഗ്രാമെട്രിക് സർവേ എന്ന് പറയുന്നത്. ദെൻ ടോട്ടൽ സ്റ്റേഷൻ സർവേ എന്ന് പറഞ്ഞാൽ, ടോട്ടൽ സ്റ്റേഷൻ പറഞ്ഞൊരു എക്വിപ്മെൻ്റ് ആണ്. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മെഷർമെൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ തന്നെ ഒരു സ്ക്രീൻ ഉണ്ടാവും, അതിൽ തന്നെ നമുക്ക് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മെഷർമെൻറ്റ്സ് ഒക്കെ അവർ പറഞ്ഞു തരും. ഇതാണ് ഇപ്പോൾ മെയിനായിട്ട് ലേറ്റസ്റ്റ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബേസിൽ സർവേനെ ഡിവൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി സർവേൻ്റെ പർപ്പസ് അനുസരിച്ച് സർവേനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നാണ് അടുത്തത്. എൻജിനീയറിംഗ് സർവേ. സോ എൻജിനീയറിംഗ് പർപ്പസസിന് വേണ്ടി സർവേ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് എൻജിനീയറിംഗ് സർവേ. സർവേസ് വിച്ച് ആർ ഡൺ ടു പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ഡാറ്റ ഫോർ ദ ഡിസൈൻ ഓഫ് എൻജിനീയറിംഗ് പ്രൊജക്ട്സ് സച്ച് ആസ് ഹൈവേസ്, റെയിൽവേസ്, വാട്ടർ സപ്ലൈ, സീവേജ് ഡിസ്പോസൽ, റിസർവോയർസ്, ബ്രിഡ്ജസ് എക്സെട്ര ആർ നോൺ ആസ് എൻജിനീയറിംഗ് സർവേ. അതായത് എൻജിനീയറിംഗ് പ്രൊജക്ട്സിന് വേണ്ടി സർവേ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് എൻജിനീയറിംഗ് സർവേസ്. എൻജിനീയറിംഗ് പ്രൊജക്ട്സ് ആയ ഹൈവേസ്, റെയിൽവേസ്, വാട്ടർ സപ്ലൈ, സീവേജ് ഡിസ്പോസൽ, ഇതിനൊക്കെ വേണ്ടിയിട്ട് സർവേ ചെയ്യുകയാണെങ്കിൽ എൻജിനീയറിംഗ് സർവേ. അതേപോലെ മിലിറ്ററി സർവേ എന്ന് പറയുമ്പോൾ സർവേസ് ഹാവ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻ ഇൻ മിലിറ്ററി. ദേ പ്രൊവൈഡ് സ്ട്രാറ്റജിക് ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ഡിസൈഡ് ദ കോസ് ഓഫ് ദ വാർ എവിടുന്ന് തുടങ്ങുന്നത്, എനിമീനെ എവിടുന്ന് അറ്റാക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ അവർക്ക് അതിന് വേണ്ടിയിട്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട്, അത് മിലിറ്ററിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർവേ നടത്തുന്നതിനാണ് മിലിറ്ററി സർവേ എന്ന് പറയുന്നത്. ആൻഡ് കുറച്ച് സോറി, സൗണ്ട് ക്ലിയർ അല്ല. ഇപ്പം ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. മൈൻ സർവേ. അപ്പം സൗണ്ട് കുറവ് പോലെ, 2 minutes. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം അടുത്തതാണ് മൈൻ സർവേ. ഓക്കെ അല്ലേ സൗണ്ട്? ഓക്കെ. മൈൻ സർവേ. അപ്പോൾ മൈൻ സർവേ നടത്തുന്നത്
ടുവേർഡ്സ് ദ എക്സ്പ്ലോറേഷൻ ഓഫ് മിനറൽ ഡെപ്പോസിറ്റ്സ്, അതിൻ്റെ എർത്തിൻ്റെ അടിയിലുള്ള അണ്ടറിലുള്ള മിനറൽ ഡെപ്പോസിറ്റ്സ് കണ്ടുപിടിക്കാനും അതിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടും ഒക്കെയാണ് മൈൻ സർവേ നടത്തുന്നത്. മിനറൽ ഡെപ്പോസിറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് മൈൻ സർവേ നടത്തുന്നത്. So mine surveys are directed towards the exploration of mineral deposits and to guide tunneling and other operations associated with mining. മൈനിങ് ആയിട്ടുള്ള അസോസിയേറ്റഡ് ഉള്ള എല്ലാ ആവശ്യത്തിനും നടത്തുന്നതിനാണ് മൈൻ സർവേ. അടുത്തതാണ് ആർക്കിയോളജിക്കൽ സർവേ. So these are done to unearth the relics of past civilizations, kingdoms, towns, forts, temples, etc. അപ്പോൾ പണ്ട് നമ്മൾ മണ്ണിൻ്റെ അടിയിലായി പോയ സാധനങ്ങൾ എടുത്ത് അതിനെ പറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ വേണ്ടി ചെയ്യുന്ന സർവേ ആണ് ആർക്കിയോളജിക്കൽ സർവേ. And they are buried due to earthquakes, landslides or other calamities and are located, marked and identified. അപ്പം എന്തെങ്കിലും കലാമിറ്റീസ് കഴിയോ അങ്ങനെയൊക്കെ എർത്തിൻ്റെ അടിയിലായി പോയ സാധനങ്ങൾ ലൊക്കേറ്റ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് ആർക്കിയോളജിക്കൽ സർവേ നടത്തുന്നത്. പിന്നെ വരുന്നതാണ് ജിയോളജിക്കൽ സർവേ. These are done to determine different strata of the earth's crust and other geological features. They are also used for geographical exploration. അപ്പോൾ earth crustലുള്ള ഡിഫറെൻറ്റ് ലെയേഴ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ ജിയോളജിക്കൽ ഫീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനുമാണ് ജിയോളജിക്കൽ സർവേ. അപ്പോൾ ജിയോളജിക്കൽ സർവേയും മൈൻ സർവേയും മാറിപ്പോയത് ഇത് എർത്ത് ക്രസ്റ്റിലുള്ള ഡിഫറെൻറ്റ് സ്ട്രാറ്റ ഐഡൻറ്റിഫൈ ചെയ്യാനും മൈൻ പറഞ്ഞാൽ മിനറൽ ഡെപ്പോസിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് മൈൻ സർവേ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോവാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ബേസ്ഡ് ഓൺ പേർപ്പസ് ഓഫ് സർവേ ഈ സർവേ ക്ലാസിഫൈ ചെയ്തതാണ്. ബേസ്ഡ് ഓൺ പേർപ്പസ് സർവേ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ ബേസ്ഡ് ഓൺ ഫ്രെയിംവർക്ക് ഓഫ് സർവേ. അപ്പോൾ ഒരു ലാൻഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് സർവേ ചെയ്യുന്നത്. അപ്പോൾ ആ ഡിവിഷൻ്റെ ഫ്രെയിംവർക്ക് എങ്ങനെ ആയിരിക്കുന്ന രീതിയിൽ സർവേ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന്. അപ്പോൾ ട്രയാങ്കുലേഷൻ. When the area is to be surveyed is of considerable extent, triangulation is adopted. The entire area is divided into networks of triangle. അപ്പോൾ ഒരു ഏരിയ നമ്മൾ ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും സർവേ ചെയ്യുന്നത്. അങ്ങനെ സർവേ ചെയ്യുന്നതിനാണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. ഓരോ ട്രയാങ്കിൾസ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഏരിയനെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് സർവേ ചെയ്യുകയാണെങ്കിൽ അതിനെ ട്രയാങ്കുലേഷൻ എന്ന് പറയും. പിന്നെ അതേപോലെ ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് സർവേ ഇൻ വിച്ച് എ നമ്പർ ഓഫ് കണക്റ്റഡ് സർവേ ലൈൻസ് ഫോം ദ ഫ്രെയിം വർക്ക്. അപ്പോൾ ഓരോ സർവേ ലൈൻസ് വെച്ചിട്ട് ഇതൊരു പ്ലോട്ടാണെങ്കിൽ ഓരോ സർവേ ലൈൻസ് വെച്ചിട്ട് ഒരു സീരീസ് ഓഫ് കണക്റ്റഡ് ലൈൻസ് ഉണ്ടാക്കും. എന്നിട്ട് സർവേ ചെയ്യുകയാണെങ്കിൽ ഒരു ബൗണ്ടറീൻ്റെ അടുത്തും കൂടെ ഇങ്ങനെ സീരീസ് ഓഫ് ലൈൻസ് വരച്ചിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ സർവേ ചെയ്യും. അതിനാണ് ട്രാവേഴ്സിംഗ് എന്ന് പറയുക. ഇതിൽ ഈ കണക്റ്റഡ് ലൈൻസ് ആണ് ആ ഒരു ഏരിയൻ്റെ ഫ്രെയിം വർക്ക് ആയിട്ട് വരുന്നത്. ദ ഡയറക്ഷൻ ആൻഡ് ലെങ്ത് ഓഫ് ദ സർവേ ലൈൻസ് ആർ മെഷർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആൻഡ് എ ചെയിൻ ഓർ ടേപ്പ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഡയറക്ഷൻ, ഈ ഒരു ലൈനിൻ്റെ ഡയറക്ഷൻ ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയ കോമ്പസ് യൂസ് ചെയ്തിട്ടും മെഷർ ചെയ്യാം. പിന്നെ ഈ ഒരു പോയിന്റ്സ് നമ്മൾ ഡിസ്റ്റൻസ് ചെയിൻ വെച്ചിട്ടും അളക്കാം. അതാണ് ട്രാവേഴ്സിംഗ്. ട്രയാങ്കുലേഷനിൽ ട്രയാങ്കുലർ ഫ്രെയിം വർക്ക് ആയിരിക്കും. ട്രാവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് കണക്റ്റഡ് ലൈൻസ് വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ആയിരിക്കും ആ ഒരു ലാൻഡിന് ഉണ്ടാവുക. എന്നിട്ടായിരിക്കും സർവേ ചെയ്യുക. ഇതാണ് ബേസ്ഡ് ഓൺ ഫ്രെയിം വർക്ക് ഓഫ് സർവേ സർവേൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇത് സിറ്റി സർവേ എന്ത് മറ്റേ സ്ലൈഡ് മാറിപ്പോയതാണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പേർപ്പസ് ഓഫ് സർവേയിൽ വരുന്നതാണ് സിറ്റി സർവേ. സോ ഇൻ കണക്ഷൻ വിത്ത് കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രീറ്റ്സ്, വാട്ടർ സപ്ലൈ സിസ്റ്റം, സീവേഴ്സ് എക്സെട്ര. അപ്പോൾ സിറ്റിയിലുള്ള സ്ട്രീറ്റ്സ്, വാട്ടർ സപ്ലൈ സിസ്റ്റം ഇതിനൊക്കെ വേണ്ടിയിട്ട് സർവേ ചെയ്യുന്നത് സിറ്റി സർവേ. പിന്നെ മെറൈൻ ഓർ ഹൈഡ്രോഗ്രാഫിക് സർവേ പറയുമ്പോൾ ടു ഡിറ്റർമൈൻ മീൻ സീ ലെവൽ ഫോർ ഹാർബർ വർക്ക്സ്, ടു ഡിറ്റർമൈൻ ഡെപ്ത് ഓഫ് വാട്ടർ ബോഡീസ്. അങ്ങനെ മീൻ സീ ലെവൽ കണ്ടുപിടിക്കാൻ, അതായത് ഹാർബർ വർക്ക്സ്, അതായത് സീയും വാട്ടറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവേക്കും മെറൈൻ ഓർ ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറയും. ഇത് ബേസ്ഡ് ഓൺ പേർപ്പസ് ഓഫ് സർവേ ആണ്. ആ സ്ലൈഡ് ജസ്റ്റ് മാറിപ്പോയി. ഇത് അയക്കുമ്പോൾ ഞാൻ റെഡി ആക്കിയിട്ട് അയച്ചു തരാം. ഓക്കെ, ഇനി വരുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, അതായത്
ഇതിപ്പോൾ സർവേയിൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ ക്ലാസിഫിക്കേഷനും ആയിരുന്നു. ഇനി സർവേയിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നാണ് അടുത്തുള്ള ടോപ്പിക്ക്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ്. വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് ആണ് സർവേയിങ്ങിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് 1 സെൻറ്റിമീറ്റർ ആണ് എറർ എന്ന് ഒരു കണ്ടീഷൻ വെക്കുക. നമ്മൾ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് എറർ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ. ഒരു ലൈൻ വരയ്ക്കുമ്പോൾ 1 സെൻറ്റിമീറ്റർ കൂടും ചെയ്യാം കുറയും ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു എററാണ് എന്ന് സങ്കല്പിച്ചാൽ എറർ ഇസിക്കൽ ടു 1 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളോട് ഒരു 5 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ ലൈൻ, അപ്പോൾ ആ 5 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് ടോട്ടൽ എറർ എത്രയായിരിക്കും? ഒറ്റയടിക്ക് നമ്മൾ 5 സെൻറ്റിമീറ്റർ വരച്ചാൽ അതിൻ്റെ ടോട്ടൽ എറർ എത്രയായിരിക്കും? 1 സെൻറ്റിമീറ്റർ. കാരണം ഒരു ലൈന് നമ്മൾ 1 സെൻറ്റിമീറ്റർ ആണ് എറർ എന്ന് വിചാരിച്ചു. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ എറർ. ആ ഒരു ലൈനിൻ്റെ എറർ 1 സെൻറ്റിമീറ്റർ. ഇനി ഒരു വലിയ 5 സെൻറ്റിമീറ്റർ ലൈന് നമ്മൾ 5 പാർട്സ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക. 5 പാർട്സ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തു 1 2 4. അപ്പം നമ്മൾ 5 പാർട്സായി. ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്, അങ്ങനെ 5 പാർട്ടായിട്ട് ആ ഒരു 5 സെൻറ്റിമീറ്റർ ലൈനെ സബ് ഡിവൈഡ് ചെയ്താൽ ആ ഒരു ഓരോ പാർട്ടിൻ്റെയും എറർ എത്ര ആയിരിക്കും? 1 സെൻറ്റിമീറ്റർ ആയിരുന്നു ടോട്ടൽ എറർ. അപ്പോൾ 5 പാർട്സ് ആക്കിയാൽ 1 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 5, അതായത് 0.2 ആയിരിക്കും ഓരോ ചെറിയ ലൈനിലുള്ളയും എറർ. 0.2 അങ്ങനെ ടോട്ടൽ 1 ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 0.2. അപ്പോൾ അങ്ങനെ ടോട്ടൽ എറർ പറഞ്ഞത് 0.2 + 0.2 + 0.2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 സെൻറ്റിമീറ്റർ കിട്ടും. അതാണ് അതിൻ്റെ ടോട്ടൽ എറർ. ഇനി സപ്പോസ് 5 സെൻറ്റിമീറ്റർ ഒരു ലൈന് നമുക്ക് എങ്ങനെയും വരയ്ക്കാം? ആദ്യം ഒരു 1 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു, പിന്നെ ഒരു 1 സെൻറ്റിമീറ്റർ വരച്ചു, 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ, അങ്ങനെ 4 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ, അങ്ങനെ 5 ലൈൻ കൂട്ടി നമുക്ക് 5 സെൻറ്റിമീറ്റർ വരയ്ക്കാം. ഇങ്ങനെ ആകുമ്പോൾ അതിൻ്റെ എറർ എന്തായിരിക്കും? ഒരു ലൈന് 1 സെൻറ്റിമീറ്റർ, ഇത് ടോട്ടൽ 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു ലൈന് 1 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ എറർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലൈൻ്റെ എറർ 1 സെൻറ്റിമീറ്റർ, ഈ ഒരു ലൈൻ്റെ എറർ 1 സെൻറ്റിമീറ്റർ, ഈ ഒരു ലൈന് 1 സെൻറ്റിമീറ്റർ, ഈ ഒരു ലൈന് 1 സെൻറ്റിമീറ്റർ, ഈ ഒരു ലൈന് 1 സെൻറ്റിമീറ്റർ, അങ്ങനെ ടോട്ടൽ എത്ര എറർ വന്നു? 5 സെൻറ്റിമീറ്റർ എറർ വന്നു. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ഈ ഫസ്റ്റ് നമ്മൾ ചെയ്തത് എങ്ങനെയാണ്? ഹോൾ ടു പാർട്ട്. ആദ്യം നമ്മൾ ഹോളായിട്ട് എടുത്തു, പിന്നെ അത് പാർട്ട് ചെറുതാക്കി പാർട്ടാക്കി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എറർ എത്രയായിരുന്നു? ജസ്റ്റ് 1 സെൻറ്റിമീറ്റർ ആയിരുന്നു ആ ഒരു കൺസെപ്റ്റിലുള്ള ടോട്ടൽ എറർ. പക്ഷെ നമ്മൾ പാർട്ട് ഹോൾ ആകുമ്പോൾ പാർട്ടാക്കിയിട്ട് പിന്നെ പാർട്ടാക്കി ഹോൾ ആക്കുമ്പോൾ അതിൻ്റെ ടോട്ടൽ എറർ എത്രയായി? 5 സെൻറ്റിമീറ്റർ എറർ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്. അപ്പോൾ സർവേയിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ് വർക്ക് ചെയ്യുന്നത്, എന്നാലേ നമുക്ക് എറർ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടുന്ന് വലുതിൽ നിന്ന് ചെറുതിലോട്ടാവുമ്പോൾ നമുക്ക് എറർ ആകെ 1 സെൻറ്റിമീറ്റർ വരുന്നുള്ളൂ. പക്ഷെ ചെറുതിൽ നിന്ന് വലുതിലേക്കാവുമ്പോൾ എറർ 5 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. അതാണ് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്. So the ruling principle of surveying is to work from whole to part, and it is essential to establish a system of control points first and to fix them with higher precision. അപ്പോൾ ആദ്യം ഒരു ബൗണ്ടറി കിട്ടിയാൽ ആദ്യം നമ്മൾ ഹയർ പ്രിസിഷനിലായിട്ട് അതിൻ്റെ ഔട്ടർ പാർട്ട് ഫിക്സ് ചെയ്യും. ഇവിടെ ഇപ്പോൾ പറഞ്ഞാൽ ABCDEFGHKA എന്നുള്ള ഔട്ടർ പാർട്ട് ഫിക്സ് ചെയ്യും, അതായത് വലിയ ബൗണ്ടറിയിൽ ഫിക്സ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് സർവേ ചെയ്ത് ട്രയാങ്കിൾസ് വഴി സർവേ ചെയ്ത് ചെറുതിലോട്ട് കൊണ്ടുവരുന്നത്. ഇങ്ങനെ ചെയ്താലേ നമുക്ക് എറർ കുറയ്ക്കാൻ പറ്റുള്ളൂ. ദെൻ മൈനർ കൺട്രോൾ പോയിന്റ്സ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലെസ് പ്രിസൈസ് മെത്തേഡ്. പിന്നെ ഈ ചെറിയ പോയിന്റ്സ്, അതായത് ABCD പറഞ്ഞ സ്മോൾ ലെറ്ററിലുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യും, അത്ര പ്രിസൈസ് മെത്തേഡ് അല്ലാതെ. കാരണം മാക്സിമം വരാവുന്ന എറർ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ABCDEFGHKയിലുള്ള ഫസ്റ്റ് നമ്മൾ ബൗണ്ടറി വരയ്ക്കുമ്പോൾ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആ എറർ കൂടാനുള്ള ചാൻസ് ഇല്ല, കാരണം നമ്മൾ വലുതിൽ നിന്ന് ചെറുതിലോട്ടായതുകൊണ്ട്. The idea of working in this way is to prevent the accumulation of errors and to control and localize minor errors which is otherwise would expand to a great magnitude if the reverse process is followed. അതായത് ചെറുതിൽ നിന്ന് വലുതിലോട്ടാണെങ്കിൽ എറർ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വലിയ എററായി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അത് വലുതിൽ നിന്ന് ചെറുതിലോട്ട് ചെയ്യുമ്പോൾ ആ എറർ അവിടെ തന്നെ നിൽക്കും, പിന്നെ കൂടി വരാനുള്ള ചാൻസ് ഇല്ല. Thus making the work uncontrollable at the end.
അപ്പം അൺകൺട്രോളബിൾ അല്ലാത്ത സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് മനസ്സിലായോ? സർവേയിങ്ങിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിളായ വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്ത ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിലോട്ട് പോട്ടെ. ഓക്കെ, അടുത്ത ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ രണ്ട് ഫണ്ടമെന്റൽ പ്രിൻസിപ്പാണ് ഉള്ളത്. ഒന്ന് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ടും ഒന്ന് ഫിക്സിംഗ് എ പോയിന്റ് വിത്ത് റെഫറൻസ് ടു അതർ 2 പോയിന്റ്സ്. അതായത് 2 പോയിന്റ് റെഫറൻസ് വെച്ചിട്ട്, ഇപ്പോൾ എ ബി എന്നുള്ള 2 പോയിന്റ് റെഫറൻസ് വെച്ചിട്ട് നമ്മൾ സി എന്നുള്ള മറ്റൊരു പോയിന്റ് ഫിക്സ് ചെയ്യുന്നതിനാണ് ഫിക്സിംഗ് എ പോയിന്റ് വിത്ത് റെഫറൻസ് ടു അതർ 2 പോയിന്റ്സ് എന്ന് പറയുന്നത്. 2 പോയിന്റ്സ് നമ്മൾ ലൊക്കേഷൻ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവും. അത് വെച്ചിട്ട് മൂന്നാമത്തെ ഒരു പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? So let A, B be the reference points on the ground. Then any other point C can be located by taking 2 linear measurements or 1 linear and 1 angular measurements or 2 angular measurements. അപ്പോൾ ഈ C എന്നുള്ള പോയിന്റ് നമുക്ക് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം? ചിലപ്പോൾ 2 ലീനിയർ മെഷർമെന്റ്സ്, 2 ഡിസ്റ്റൻസ് വെച്ചിട്ട് ലൊക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസും ഒരു ആംഗിളും വെച്ചിട്ട് ലൊക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2 ആംഗിൾസ് വെച്ചിട്ട് തന്നെ C എന്നുള്ള പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു A and B നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. സോ അതെങ്ങനെ നോക്കാം. ഫസ്റ്റ്, if A and B are 2 control points and C is the point to be measured, the methods are, അപ്പോൾ A and B എന്ന് പറഞ്ഞ ഒരു കൺട്രോൾ പോയിന്റ് ഉണ്ട്, A and B, പിന്നെ C ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു പോയിന്റ്. ഫസ്റ്റ് വൺ, മെഷറിംഗ് ഡിസ്റ്റൻസ് AC ആൻഡ് BC. അപ്പോൾ ഈ ഒരു AC എന്നുള്ള ഡിസ്റ്റൻസും BC എന്നുള്ള ഡിസ്റ്റൻസും നമുക്ക് അറിയുകയാണെങ്കിൽ C എന്നുള്ള പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാം. The meeting of points of 2 distances give the position of point C. അപ്പം AC എന്നുള്ള ഡിസ്റ്റൻസും BC എന്നുള്ള ഡിസ്റ്റൻസും അറിയുകയാണെങ്കിൽ അത് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് എന്തായിരിക്കും? C എന്നുള്ള പോയിന്റ് ആയിരിക്കും. അപ്പോൾ AC ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്കൊരു ആർക്ക് വരച്ചിട്ട് BC ഡിസ്റ്റൻസ് വെച്ചിട്ടും ആർക്ക് വരച്ചാൽ നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് അതായിരിക്കും അതിന്റെ C. അതേപോലെ രണ്ടാമത്, a perpendicular CD is dropped to the reference line AB. ഇത് 2 പോയിന്റ് AB, ഇതാണ് അതിന്റെ റെഫറൻസ് ലൈൻ. അപ്പോൾ C നോട്ട് ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഡ്രോപ്പ് ചെയ്താൽ നമുക്ക് C എന്നുള്ള ഒരു പോയിന്റ് കാണാം. സിന്ന് ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സാധനം നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസേ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ആംഗിൾ എവിടെയാണോ വരുന്നത് അവിടെ ആയിരിക്കും C എന്നുള്ള പോയിന്റ്. പിന്നെ അടുത്തതാണ്, ഡിസ്റ്റൻസ് BC ആൻഡ് ആംഗിൾ ABC ഈസ് മെഷർഡ് ടു പ്ലോട്ട് പോയിന്റ് C. അപ്പോൾ ഇത് രണ്ടും A, B and C. ഡിസ്റ്റൻസ് BC, ഈ ഒരു BC എന്നുള്ള ഡിസ്റ്റൻസും തന്നിട്ടുണ്ടാവും. അതേപോലെ ആംഗിൾ ABC, ഈ ആംഗിൾ ആയിട്ടുള്ള ആംഗിൾ B, ABC എന്നുള്ള ആംഗിളും തന്നിട്ടുണ്ടാവും. ഇത് രണ്ടും ഉണ്ടെങ്കിലും നമുക്ക് C എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഡിസ്റ്റൻസ് AC ആൻഡ് ആംഗിൾ ABC ഈസ് മെഷേർഡ് ആൻഡ് പോയിന്റ് C ഈസ് ഡിറ്റർമൈൻഡ്. ഇപ്പോൾ ഡിസ്റ്റൻസ് AC ആണെങ്കിൽ ഇത് AB ആൻഡ് C, ഈ AC ഡിസ്റ്റൻസ് അറിയാം, അതേപോലെ ആംഗിൾ ഈ ഒരു ABC എന്നുള്ള ആംഗിളും അറിയുകയാണെങ്കിൽ നമുക്ക് C എന്നുള്ള പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Then angle BAC and angle ABC measured and point C is determined. അതേപോലെ ആംഗിൾ ABC, ഈ 2 ആംഗിളും അറിയുകയാണെങ്കിൽ നമുക്ക് C കണ്ടുപിടിക്കാൻ പറ്റും. 2 ആംഗിൾ ABCയും BAC എന്നുള്ള ആംഗിൾ അറിയുകയാണെങ്കിൽ നമുക്ക് C ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ടേക്കിംഗ് 1 ആംഗിൾ അറ്റ് B as ABC and 1 linear measurement from A as AC. അപ്പോൾ ABC എന്നുള്ളൊരു ആംഗിൾ എടുക്കുക, AC എന്നുള്ളൊരു ലീനിയർ മെഷർമെൻറ്റും എടുക്കുകയാണെങ്കിൽ നമുക്ക് C എന്നുള്ള പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടുമാണ് ഫിക്സിംഗ് എ പോയിന്റ് വിത്ത് റെഫറൻസ് ടു അതർ 2 പോയിന്റ്സും വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ടും ആണ് സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾസ്. അപ്പോൾ സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ്, ഓക്കെ നിഖിൽ. ഇനി വരുന്നതാണ് മെത്തേഡ്സ് ഓഫ് സർവേയിങ്. മെത്തേഡ്സ് ഓഫ് സർവേയിങ്ങിൽ 3 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ലീനിയർ, പിന്നെ ആംഗുലാർ, പിന്നെ ഗ്രാഫിക്കൽ. അപ്പോൾ ലീനിയറിൽ ഓൺലി ലീനിയർ മെഷർമെന്റ്സ് ആർ ടേക്കൺ.
അതായത് ലീനിയർ ആയിട്ടുള്ള ഡിസ്റ്റൻസ്, രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ലീനിയർ ഡിസ്റ്റൻസസ് മാത്രമാണ് എടുക്കുന്നത്. അതെങ്ങനെ ചെയിൻ ഓർ ടേപ്പോ യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ ലീനിയർ സർവേയിങ് എന്ന് പറയും. പിന്നെ ആംഗുലാർ മെഷർമെന്റ്സ് ആർ യൂസ്ഡ്. ആംഗിൾസും യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് കോമ്പസോ തിയലൈറ്റോ യൂസ് ചെയ്ത് ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ ആയിട്ടുള്ള ആംഗിൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ആംഗുലാർ സർവേയിങ് എന്ന് പറയും. അതേപോലെ ഗ്രാഫിക്കൽ സർവേയിങ് പറഞ്ഞാൽ ഫീൽഡ് വർക്ക്സ് ആൻഡ് പ്ലോട്ടിംഗ് ആർ ഡൺ സൈമിൾട്ടേനിയസ്ലി. പ്ലെയിൻ ടേബിൾ സർവേ നമ്മൾ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തുള്ള സർവേസിൽ പഠിച്ചു. പ്ലെയിൻ ടേബിൾ സർവേ ഫീൽഡ് വർക്കും പ്ലോട്ടിങ്ങും ഒരേ സമയത്ത് ചെയ്യുകയാണെങ്കിൽ അതിനെ ഗ്രാഫിക്കൽ സർവേയിങ് എന്ന് പറയും. ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സർവേയിങ് എന്ന് പറയും. ഇനി ലീനിയർ മെഷർമെന്റ്സ്, ലീനിയർ മെത്തേഡ്സ് ഓഫ് സർവേയിങ്ങിന്റെ സബ് ഡിവിഷൻ ആണ് ഡയറക്റ്റ് മെഷർമെന്റ്സ്, മെഷർമെന്റ്സ് ബൈ ഒപ്റ്റിക്കൽ മീൻസ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് മെത്തേഡ്സ്. അപ്പോൾ ഡയറക്റ്റ് മെഷർമെന്റ്സിൽ ഡിസ്റ്റൻസ് ആർ ആക്ച്വലി മെഷർഡ് ഓൺ ദ ഗ്രൗണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചെയിൻ ഓർ ടേപ്പ് ഓർ എനി അതർ ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഗ്രൗണ്ടിൽ തന്നെ ഡിസ്റ്റൻസ്, രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക ചെയിൻ ഓർ ടേപ്പ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെ ഡയറക്റ്റ് മെഷർമെന്റ് എന്ന് പറയും. അതുപോലെ മെഷർമെന്റ് ബൈ ഒപ്റ്റിക്കൽ മീൻസ് എന്ന് പറയുമ്പോൾ ഇൻ ദ ഒപ്റ്റിക്കൽ മെത്തേഡ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്സ് ആർ യൂസ്ഡ്. പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് മെഷർമെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ മെഷർമെന്റ് ബൈ ഒപ്റ്റിക്കൽ മീൻസ് എന്ന് പറയും. ഇതിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഫീൽഡിലേക്ക് ചെയിൻ ഓർ ടേപ്പ് ആയിട്ട് ഇറങ്ങണ്ട. പക്ഷേ ഈ ഒപ്റ്റിക്കൽ മീൻസ് യൂസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ് വെച്ചാൽ തന്നെ നമുക്ക് അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. The distance is not actually measured in field but it is computed indirectly. അതായത് ചെയിൻ ഓർ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫീൽഡിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. Observation are taken through a telescope and calculation are done for the distances such as in statiometry or triangulation. അപ്പം അതിലുള്ള ഒബ്സർവേഷൻസ് ആദ്യം കണ്ടുപിടിക്കും, പിന്നീട് കാൽക്കുലേഷൻ നമ്മൾ ചെയ്താൽ മതി. ഡയറക്റ്റ് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യണ്ട. പിന്നെ വരുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് മെത്തേഡ്. ഇൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് മെത്തേഡ് ഡിസ്റ്റൻസ് ആർ മെഷേർഡ് വിത്ത് ഇൻസ്ട്രുമെന്റ്സ് ദാറ്റ് റിലേ ഓൺ propagation, reflection and subsequent reception of radio waves, light waves or infrared waves. അപ്പോൾ ഈ ഒരു വേവ്സ് യൂസ് ചെയ്തൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാവും, അത് വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ കഴിയും. അതും ഡയറക്റ്റ്ലി നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങണ്ട. ഈ റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ എന്ന മെത്തേഡ് ആയിരിക്കും ആ ഇൻസ്ട്രുമെന്റിലൂടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങാതെ തന്നെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ കഴിയും. അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് മെത്തേഡ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് യൂസ് ചെയ്തിട്ടാവും ആ ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലീനിയർ മെത്തേഡ്സിൽ ഡയറക്റ്റ് മെഷർമെന്റ്സ് നമ്മൾ പറഞ്ഞു. അതിൽ വേരിയസ് മെത്തേഡ് ഓഫ് ഡയറക്റ്റ് മെഷർമെന്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പേസിങ്. പേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നിട്ട് ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതാണ് പേസിങ്. മെഷർമെന്റ്സ് ഓഫ് ഡിസ്റ്റൻസസ് ബൈ പേസിങ് ആർ ചീഫ്ലി കൺഫൈൻഡ് ടു ദ പ്രിലിമിനറി സർവേസ്. അതായത് ഇനീഷ്യലി നമ്മൾ റഫ്ലി ചെയ്യുന്ന സർവേസിലാണ് പേസിങ് നമ്മൾ ചെയ്യുക. കാരണം നടന്നിട്ട് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ അതിന് വേരിയേഷൻ, ഓരോരുത്തരും രണ്ട് ലെഗ് തമ്മിലുള്ള വ്യത്യാസം, അതാണ് പേസ് എന്ന് പറയുന്നത്. അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരും നടന്നിട്ട് കണ്ടുപിടിക്കുന്നത് പ്രിസൈസ് മെത്തേഡ് അല്ല. സോ ആൻഡ് എക്സ്പ്ലോറേഷൻസ് വെയർ സർവേസ് കോൾഡ് അപ്പോൺ ടു മേക്ക് എ റഫ് സർവേ ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. അപ്പോൾ റഫ് സർവേക്കാണ് പേസിങ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ സർവേയർ വാക്സ് അലോങ് ദ ലൈൻ ടു ബി മെഷേർസ് ആൻഡ് കൗണ്ട് നമ്പർ ഓഫ് സ്റ്റെപ്സ്. അപ്പോൾ ലൈനിലൂടെ സർവേയർ ഇങ്ങനെ നടക്കും, ഇങ്ങോട്ട് എത്ര സ്റ്റെപ്പ് ഉണ്ട് എന്ന് നോക്കും. എത്ര സ്റ്റെപ്സ് ഉണ്ട് എന്ന് ഇങ്ങനെ എണ്ണും. ഒരു ലൈനിലുള്ള ഡിസ്റ്റൻസ് A to B ആണെങ്കിൽ എത്ര സ്റ്റെപ്സ് ഉണ്ട് നോക്കും. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻറ്റു ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റെപ്പ്. അപ്പോൾ ഒരു സ്റ്റെപ്പിൻ്റെ ആവറേജ് ലെങ്ത് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റെപ്സ് എടുത്താൽ അതിൻ്റെ ആ ലൈനിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റെപ്പ്, അത് ഹ്യൂമൻസിൻ്റെ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 0.75 മീറ്റർ ആണ്. അത് വേരിയേഷൻ വരാം, 0.75 to 0.8 അങ്ങനെ ആവറേജ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂ കിട്ടില്ല. സോ ദ ലെങ്ത് ഓഫ് ദ പേസ് വേരീസ് വിത്ത് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഓൾസോ വിത്ത് ദ നേച്ചർ ഓഫ് ദ ഗ്രൗണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ നേച്ചർ അനുസരിച്ചും ഇൻഡിവിജ്വൽ അനുസരിച്ചും ഈ പേസ് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ്, അതായത് എത്ര പേസ് സ്റ്റെപ്സ് ഉണ്ട് എന്നിട്ട് അതിൻ്റെ ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യുന്നതാണ് പേസിങ്. ഇനി വരുന്നതാണ് പാസോമീറ്റർ. അപ്പോൾ പാസോമീറ്റർ ഇസ് ആൻ ഇൻസ്ട്രുമെന്റ് ഷേപ്ഡ് ലൈക്ക് എ വാച്ച് ആൻഡ് ഇസ് ക്യാരിഡ് ഇൻ എ പോക്കറ്റ് ഓർ അറ്റാച്ച്ഡ് ടു വൺ ലെഗ്. പാസോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒന്ന് ലെഗിലേക്കോ അതോ വാച്ച് പോലെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതും അതേപോലെ നടന്നിട്ട് കണ്ടുപിടിക്കുന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾ എത്ര സ്റ്റെപ്പ് ഉണ്ട് എന്ന് നേരത്തെ നമ്മൾ എണ്ണിട്ടാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഈ പാസോമീറ്റർ ഉണ്ടെങ്കിൽ ആ പാസോമീറ്ററിൽ തന്നെ ഉണ്ടാവും എത്ര സ്റ്റെപ്സ് ഉണ്ട് എന്ന്.
The mechanism of the instrument is operated by motion of the body and it automatically registers the number of paces. അത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് എത്ര പേസ് ആയി രജിസ്റ്റർ ചെയ്തോളും. Thus avoiding the monotony and strain of counting the paces by the surveyor. അപ്പോൾ സർവേയറിന് ഇന്ന് 5 മണി വരെയാണ് ക്ലാസ്. ഓക്കെ, സ്ലോ ആക്കാം. ഓക്കെ, അപ്പം പാസോമീറ്റർ എന്ന് പറയുമ്പോൾ ആ ഇൻസ്ട്രുമെന്റ് നമ്മളെ ബോഡിയിൽ വെക്കും. അതായത് നമ്മളെ മോഷൻ അത് ഡിറ്റക്ട് ചെയ്തിട്ട് എത്ര പേസ് ഉണ്ട് എന്ന് അതിന് തന്നെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ തന്നെ എത്ര സ്റ്റെപ്പായി എണ്ണേണ്ട ആവശ്യമില്ല. The number of paces registered by the passometer can then be multiplied by the average length of the pace to get the distance. അപ്പോൾ നമ്പർ ഓഫ് പേസ് എത്രയെന്ന് അതിൽ തന്നെ എണ്ണിയിട്ടുണ്ടാവും. അത് ഇൻറ്റു ആവറേജ് ലെങ്ത് ഓഫ് ദ പേസ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. ഡിസ്റ്റൻസ് ഈക്വൽ ടു നേരത്തെ നമ്മളതേ ഫോർമുല തന്നെയാണ്, നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻറ്റു ആവറേജ് ലെങ്ത്. സെയിം ഫോർമുല, പക്ഷെ നമ്മൾ നമ്പർ ഓഫ് സ്റ്റെപ്സ് നമ്മളായിട്ട് എണ്ണണ്ട, പാസോമീറ്ററിൽ തന്നെ അത് അതിൻ്റെ കൗണ്ട് വരും. ദെൻ പെഡോമീറ്റർ, അടുത്തതാണ് പെഡോമീറ്റർ. സിമിലർ ടു പാസോമീറ്റർ ബട്ട് റെക്കോർഡ് ദ ഡിസ്റ്റൻസസ് ഇൻസ്റ്റെഡ് ഓഫ് പേസ്. ഇപ്പോൾ പെഡോമീറ്റർ പറഞ്ഞാൽ പാസോമീറ്ററിനെ പോലെ സിമിലർ ആണ്, പക്ഷേ ഇതിലെന്താ ഡിസ്റ്റൻസ് ഡയറക്റ്റ് ആയിട്ട് അതിൽ മെഷർ ചെയ്തോളും. നമ്മൾ സ്റ്റെപ്പ് ഒന്നും എണ്ണേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് വരും. പിന്നെ ഓഡോമീറ്റർ എന്ന് പറയുമ്പോൾ അടുത്തത് ഓഡോമീറ്റർ ആണ്. അറ്റാച്ച് ടു ദ വീൽ ഓഫ് എ വെഹിക്കിൾ റെക്കോർഡ്സ് ദ നമ്പർ ഓഫ് റെവല്യൂഷൻസ് മെയ്ഡ് ബൈ ദ വീൽ. അപ്പോൾ ഓഡോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു വീല് പോലെ ഉണ്ടാവും, എന്നിട്ട് എത്ര റെവല്യൂഷൻ ആയെന്ന് റെക്കോർഡ് ചെയ്തോളും. ആ റെവല്യൂഷൻ ഇൻറ്റു, അപ്പോൾ ഡിസ്റ്റൻസ് അങ്ങനെ കിട്ടും, റെവല്യൂഷൻ ഇൻറ്റു സർക്കംഫറൻസ് ഓഫ് ദ വീൽ. അപ്പോൾ 2πr വെച്ചാൽ നമുക്ക് ആ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയെന്ന് കിട്ടും. അപ്പോൾ റെവല്യൂഷൻ അത് തന്നെ റെക്കോർഡ് ചെയ്തോളും ഓഡോമീറ്ററിൽ. പിന്നെ അടുത്തതാണ് സ്പീഡോമീറ്റർ. അതിൽ കാലിബ്രേറ്റഡ് ടു ഗീവ് ഡിസ്റ്റൻസ് ഡയറക്ട്ലി. അതിൽ നമ്മൾ റെവല്യൂഷൻ എടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് ഡിസ്റ്റൻസ് കിട്ടും. പിന്നെ വരുന്നതാണ് ചെയിനിങ്. Chaining is a term which is used to denote measuring distance either with the help of chain or a tape and is the most accurate method of making direct measurement. അപ്പോൾ ഡയറക്റ്റ് മെഷർമെൻറ്റിൽ മോസ്റ്റ് അക്യുറേറ്റ് പറഞ്ഞാൽ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ചെയിൻ ഓർ ടേപ്പ് വഴി യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു മെത്തേഡിനാണ് ചെയിനിങ് എന്ന് പറയുക. ആൻഡ് ഫോർ വർക്ക് ഓഫ് ഓർഡിനറി പ്രിസിഷൻ, ഒരു അത്യാവശ്യം പ്രിസിഷൻ ഉള്ള വർക്കിന് നമുക്ക് ചെയിനിങ് യൂസ് ചെയ്യാം. A chain can be used, but for higher precision, a tape or special bar can be used. The distance determined by chaining form the basis of all surveying. അപ്പോൾ ഈ ചെയിനിങ് വഴി കണ്ടുപിടിച്ച ഡിസ്റ്റൻസ് ആണ് നമ്മൾ എല്ലാത്തിനും സർവേയിങ്ങിൻ്റെ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ആ പോയിന്റ്സ് ആണ് നമ്മൾ എപ്പോഴും എടുക്കാറ്. നല്ല പ്രിസൈസ് വേണമെങ്കിൽ നമുക്ക് ചെയിനിൻ്റെ പകരം ടേപ്പും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് മെഷർമെൻറ്റ്സ് ഓഫ് സർവേയിങ്ങിൽ വരുന്നതാണ്. ദെൻ ചെയിനിങ് മെത്തേഡ്. അപ്പം നമുക്ക് ഇനി ചെയിനിങ് മെത്തേഡിനെ ഡീപ്പായിട്ട് പഠിക്കാം. ഈ ഡയറക്റ്റ് മെഷർമെൻറ്റ്സ് ക്ലിയർ ആണോ എല്ലാവർക്കും? പേസിംഗ് മുതൽ ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ചെയിനിങ് മെത്തേഡ് നോക്കാം. മെഷർമെൻറ്റ് ഓഫ് ഡിസ്റ്റൻസസ് യൂസിങ് ചെയിൻ ഓർ ടേപ്പ്. അപ്പോൾ ചെയിനിങ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ചെയിനോ ടേപ്പോ യൂസ് ചെയ്ത്, ഇതാണ് ഈ ഫിഗറിൽ കാണുന്നതാണ് ഒരു ചെയിന്. ഇത് യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ് ചെയിനിങ് എന്ന് പറയുക. ടേപ്പ് യൂസ് ചെയ്തിട്ടാണെങ്കിലും ചെയിനിങ് തന്നെയാണ് പറയുക. ആൻഡ് അക്യുറേറ്റ് ആൻഡ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഇൻ സർവേയിങ്. ഇത് വളരെ അക്യുറേറ്റ് ആണ് ആൻഡ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആണ് സർവേയിങ്ങിൽ. suited to relatively small areas with simple details. അപ്പം ഈ ചെയിനിങ് മെത്തേഡ് പറയുന്നത് ചെറിയ ഏരിയസിനാണ് കൂടുതൽ സ്യൂട്ടബിൾ. കാരണം വലിയ ഏരിയ എപ്പോഴും ചേഞ്ച് ചെയ്ത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് കുറച്ച് ഹാർഡാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഡീറ്റെയിൽസ് ഉള്ള ചെറിയ ഏരിയാസിനാണ് ഇത് കോമൺലി യൂസ് ചെയ്യാറ്. ആൻഡ് സ്യൂട്ടഡ് വേർ ഗ്രൗണ്ട് ഇസ് ഫെയർലി ലെവൽ ആൻഡ് ഡീറ്റെയിൽസ് ആർ ലെസ്. അപ്പോൾ ലെവലായിട്ടുള്ള ഗ്രൗണ്ടിനാണ് ചെയിനിങ് യൂസ് ചെയ്യുക. ഇപ്പോൾ അണ്ടുലേറ്റിംഗ് ആയിട്ടുള്ള ഗ്രൗണ്ട് ആണെങ്കിൽ, കുണ്ടും കുഴിയുള്ള ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് ഇതിലൂടെ ചെയിൻ ഇങ്ങനെ പോയി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡിസ്റ്റൻസ് കിട്ടൂല. അതിനെ ഡിസ്റ്റൻസിൽ
വേരിയേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഗ്രൗണ്ടിൽ ചെയിനിങ് യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ കൂടുതലും അത്യാവശ്യം ലെവലായിട്ടുള്ള ഗ്രൗണ്ടിലാണെങ്കിൽ ചെയിനിങ് യൂസ് ചെയ്താൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാല്യൂ കിട്ടുള്ളൂ. സോ ചെയിനിങ് യൂസ് ചെയ്യുന്നത് ടു കളക്ട് ഡാറ്റ ഫോർ ഡീറ്റെയിൽ പ്ലാൻസ് ഓഫ് എ ഗിവൺ ഏരിയ ഇൻക്ലൂഡിങ് ഇറ്റ്സ് ബൗണ്ടറീസ്. അപ്പം ഒരു പ്ലാന്റ് അല്ല ഒരു ഏരിയൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ ചെയിനിങ് മെത്തേഡ് യൂസ് ചെയ്യാം. അതിൻ്റെ ബൗണ്ടറി ഏതൊക്കെയാണെന്ന് നോക്കാനും ചെയിനിങ് മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ബൗണ്ടറി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിനിങ് യൂസ് ചെയ്യാം. ദെൻ ഡിറ്റർമൈൻ ദ ഏരിയ ഓഫ് പീസ് ഓഫ് ലാൻഡ്. അപ്പോൾ ഒരു ലാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ ഡിറ്റർമൈൻ അതിൻ്റെ ഡിസ്റ്റൻസ് അളന്നിട്ട് ടോട്ടൽ ഏരിയ ഡിറ്റർമൈൻ ചെയ്യാൻ ചെയിനിങ് യൂസ് ചെയ്യാം. ദെൻ ടു റീഎസ്റ്റാബ്ലിഷ് ദ ബൗണ്ടറി ഓഫ് പീസ് ഓഫ് പ്രീവിയസ്ലി സർവേഡ് ലാൻഡ്. അപ്പോൾ ആദ്യം സർവേ ചെയ്തൊരു ലാൻഡിനെ പിന്നെ നമുക്ക് ബൗണ്ടറി ഒന്നും കൂടി റീഎസ്റ്റാബ്ലിഷ് ചെയ്യണം, ഒന്നും കൂടി ചെയ്യണം. അങ്ങനെയാണെങ്കിലും നമുക്ക് ചെയിനിങ് മെത്തേഡ് യൂസ് ചെയ്യാം. ആൻഡ് ടു ഡിവൈഡ് എ ലാൻഡ് പ്രോപ്പർട്ടി ഇൻ ടു സെവറൽ സ്മോൾ യൂണിറ്റ്സ്. ഒരു ലാൻഡിനെ ചെറുതാക്കി കൊണ്ടുവരാനും ചെറിയ സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും നമുക്ക് ചെയിനിങ് യൂസ് ചെയ്യാം. അപ്പോൾ ചെയിനിങ് മെത്തേഡിൽ നമുക്ക് ചെയിന് മാത്രമല്ല ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് വേണ്ടിയത്. കാരണം വലിയൊരു ലാൻഡ് നമുക്ക് അതിൻ്റെ ഏരിയയും വോളിയം ഒക്കെ കാണണമെങ്കിൽ നമുക്ക് ചെയിനിൻ്റെ കൂടെ കുറേ വേറെ ഇൻസ്ട്രുമെൻസും വേണ്ടി വരും. അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ദ വേരിയൻസ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ലെങ്ത് ഓഫ് എ ലൈൻ ബൈ ചെയിനിങ് ആർ. അപ്പോൾ ലെങ്ത് ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ ചെയിനിൻ്റെ കൂടെ വേറെ എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് വേണം നോക്കാം. ചെയിന്, ടേപ്പ്, ആരോസ്, പെഗ്സ്, റേഞ്ചിങ് റോഡ്സ്, ഓഫ്സെറ്റ് റോഡ്സ്, മാലറ്റ്, ക്രോസ് സ്റ്റാഫ്, പ്ലം ബോബ്. ഇതൊക്കെയാണ് ചെയിന് കൂടാതെ ചെയിനിങ്ങിന് ആവശ്യമുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഓരോന്നായി എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറഞ്ഞു നമ്മൾ ചെയിന് വേണമെന്ന്. സോ മെട്രിക് ചെയിൻസ് ഓഫ് 20 മീറ്റർ ഓർ 30 മീറ്റർ ആർ ഫോംഡ്. അപ്പോൾ മെട്രിക് ചെയിൻസ് മീറ്റർ ലെങ്ത്തിലുള്ള ചെയിൻസ് ആണ്. അത് മെയിൻലി 20 മീറ്റർ 30 മീറ്റർ ഒക്കെ ആയിരിക്കും. ഈ ഫിഗറിൽ കാണുന്ന പോലെ 20 മീറ്റർ 30 മീറ്റർ എന്നുള്ള ഇതൊരു 20 മീറ്റർ ചെയിനാണ്. ഇങ്ങനെയായിരിക്കും ചെയിൻ ഉണ്ടാവുക. ഈ ഒരു ഹാൻഡിൽ ഉണ്ടാക്കുന്നത് ബ്രാസ് ആയിട്ടാണ്. ആൻഡ് അതിൻ്റെ ഇടയിലുള്ള ഇത് ബ്രാസ് റിങ് ആയിരിക്കും, ബ്രാസ് ആയിട്ടായിരിക്കും ഈ ഹാൻഡിൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു ഇടയിലുള്ള ഈ ഒരു ഇത് ഗാൽവനൈസ്ഡ് മൈൽ സ്റ്റീൽ വയറാണ്. ഈ ഇടയിലുള്ള ആ ഒരു മെറ്റൽ മൈൽ സ്റ്റീൽ. കാരണം പെട്ടെന്ന് റെസ്റ്റ് ആവാതിരിക്കാനാണ് ഗാൽവനൈസേഷൻ നമ്മൾ അതിന് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഈ ഹുക്ക് പോലുള്ള ഈ റിങ് ബ്രാസ് റിങ് ആണ്. ഇതും ബ്രാസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഓരോ 5 മീറ്റർ ലെങ്ത് കഴിഞ്ഞാലും ഇവിടെ 5 മീറ്റർ ലെങ്ത് കഴിഞ്ഞാൽ ഒരു ടാലി ഉണ്ടാവും. അതേപോലെ പിന്നെ ഒരു 5 മീറ്റർ കഴിഞ്ഞാൽ വേറെ ഡബിൾ ടീത്ത് ടാലി, പിന്നെ ഒരു 5 മീറ്റർ കഴിഞ്ഞാൽ ടാലി ഉണ്ടാവും. ഇങ്ങനെയാണ് ഒരു ചെയിനിങ് വരിക. പിന്നെ ഇത് 20 മീറ്റർ ചെയിനാണ്. ഫ്രം ഔട്ട് ടു ഔട്ട് ആണ് 20 മീറ്റർ. അല്ലാതെ നമ്മൾ ചെയിനിങ്ങിൻ്റെ ലെങ്ത് പറഞ്ഞാൽ ഇവിടെ നിന്നല്ല തുടങ്ങുക, ഇതിൻ്റെ ഔട്ടർ ഡയമെൻഷനിൽ ഇവിടെ നിന്നായിരിക്കും തുടങ്ങുക. അങ്ങനെ ടോട്ടൽ ആയിരിക്കും 20 മീറ്റർ. പിന്നെ വരുന്നത് ഈച്ച് ഓഫ് എൻഡ് ഓഫ് ചെയിൻ പ്രൊവൈഡഡ് വിത്ത് ബ്രാസ് ഹാൻഡിൽസ് എന്ന് പറഞ്ഞു നേരത്തെ. ഇത് ബ്രാസ് ഹാൻഡിൽസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ the length of link is the distance between the center of two consecutive middle rings. In a metric chain, one link is 20 centimeter. അപ്പോൾ ഇതൊരു മെട്രിക് ചെയിൻ ആണ്. അപ്പോൾ ഈ ഒരു സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഈ ഒരു ബ്രാസ് റിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് ഈ ഒരു 20 സെൻറ്റിമീറ്ററുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ലിങ്ക് എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് ലിങ്ക് എന്തായിരിക്കും? ഈ ഒരു ഔട്ടർ മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ. പിന്നെ ഓരോ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു നടുവിലുള്ള ബ്രാസ് റിങ് മുതൽ അടുത്ത നടുവിലുള്ള ബ്രാസ് റിങ് വരെയുള്ള ഡിസ്റ്റൻസ് അതായിരിക്കും ഓരോ ലിങ്കും. അത് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും എപ്പോഴും. ദെൻ ദിസ് മെറ്റാലിക് ടാഗ്സ് ആർ കോൾഡ് ടാലീസ്. പിന്നെ ഓരോ 5 മീറ്റർ കഴിഞ്ഞിട്ടും ഓരോ മെറ്റാലിക് ടാഗ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ടാലി എന്ന് പറയുന്നത്. ഇത് ടാലി. Then small brass rings are provided at every meter length. ഇപ്പോൾ ഈ ഫിഗറിൽ 1 മീറ്റർ ലെങ്ത് കഴിഞ്ഞാൽ ഓരോ ബ്രാസ് റിങ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും. ഓരോ 1 മീറ്ററിലും ഓരോ ബ്രാസ് റിങ്ങും ഉണ്ടാവും. അങ്ങനെയാണ് ഒരു മീറ്റർ ചെയിൻ ഉണ്ടാവാറ്.
ദെൻ 1 മീറ്റർ ബ്രാസ് റിംഗ്, പിന്നെ 5 മീറ്റർ സിംഗിൾ ടാലി ഉണ്ടാവും, 10 മീറ്റർ കഴിഞ്ഞാൽ ഡബിൾ ടാലി ഉണ്ടാവും, ഇങ്ങനെ ഇതാ ഈ ഡബിൾ ടൂത്ത് ടാലി. പിന്നെ 15 മീറ്റർ കഴിഞ്ഞാൽ ട്രിപ്പിൾ ടൂത്ത് ടാലിയും ഉണ്ടാവും. ഇതാണ് ഒരു ചെയിനിങ്ങിൻ്റെ ഡയഗ്രാമും അതിൽ നമുക്ക് പഠിക്കാനുള്ളതും. അതിൻ്റെ ഹാൻഡിൽസ് ബ്രാസ് റിംഗ് ആണ്. പിന്നെ അതിൻ്റെ ഈ നടുവിലുള്ള ഇത് വരുന്നത് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വയറാണ്. പിന്നെ ഈ ബ്രാസ് റിംഗ് ഓരോ 1 മീറ്റർ ലെങ്ത് കഴിഞ്ഞാലും ഉണ്ടാവും. പിന്നെ ഒരു ലിങ്ക് എന്ന് പറയുന്നത് 1 ലിങ്ക് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതെപ്പോഴും ഓർത്ത് വെക്കുക. ഇതാണ് നമ്മൾ ചെയിനിൽ പഠിക്കാനുള്ളത്. അതായത് വേറെ ഫിഗറാണ് ചെയിനിങ്ങിൻ്റെ. 30 മീറ്റർ ലെങ്ത്തിലുള്ള ചെയിന്, ബ്രാസ് റിംഗ് അറ്റ് 1 മീറ്റർ ലെങ്ത്, അതായത് 1 മീറ്റർ കഴിഞ്ഞാൽ ബ്രാസ് റിംഗ് ഉണ്ടാവും. പിന്നെ ഓരോ 5 മീറ്റർ കഴിഞ്ഞാലും ഓരോ ടാലി ഉണ്ടാവും. ഇത് ഹാൻഡിൽ ഒരു ഗ്രൂവ്, പിന്നെ 20 സെൻറ്റിമീറ്റർ ഇതാ ഫസ്റ്റ് ലിങ്ക്, പിന്നെ ഈ സെക്കൻഡ് ലിങ്ക്. ഓരോ നടുവിലുള്ള ആ ഒരു റിംഗ് മുതൽ അടുത്ത നടുവിലുള്ള റിംഗ് വരെയുള്ള ലിങ്ക്, ഇതിനാണ് 20 സെൻറ്റിമീറ്റർ പറയുക. അതിനാണ് നമ്മൾ ലിങ്ക് എന്ന് പറയുക. പിന്നെ ഓരോ 5 മീറ്റർ കഴിഞ്ഞാലും ഒരു ടാലി ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു മെട്രിക് ചെയിൻ എന്ന് പറയുന്നത്. അപ്പം ടൈപ്സ് ഓഫ് ചെയിൻ തന്നെ 3 തരത്തിലുണ്ട്. ഒന്ന് മെട്രിക് ചെയിൻ. മെട്രിക് ചെയിൻ നമ്മൾ നേരത്തെ കണ്ടു, അതായത് ഇൻ മീറ്റർ ലെങ്ത്തിലായിരിക്കും. അവൈലബിൾ ഇൻ 5, 10, 20 ആൻഡ് 30 മീറ്റർ. പിന്നെ യൂഷ്വലി 100 ലിങ്ക്സ് ഓർ 200 ലിങ്ക്സ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക്സ് എന്ന് പറയുന്നത് 100 200 ആയിരിക്കും. അപ്പോൾ 1 ലിങ്ക് എന്താണ് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് 1 ലിങ്ക് ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. അങ്ങനെ 100 ലിങ്ക്സോ 200 ലിങ്ക്സോ ആണ് യൂഷ്വലി മെട്രിക് ചെയിൻ ഉണ്ടാവാറ്. അതായത് ടോട്ടൽ 20 മീറ്റർ 30 മീറ്റർ ഒക്കെ ആയിരിക്കും ഒരു മെട്രിക് ചെയിൻ്റെ അളവ്. പിന്നെ വരുന്നതാണ് ഗണ്ടേഴ്സ് ചെയിൻ ആൻഡ് ഇൻ ദ 66 ഫീറ്റ് ലോങ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് 100 ലിങ്ക്സ്. ഇത് മീറ്ററിലല്ല ഫീറ്റിലാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് പറയുന്നത് 66 ഫീറ്റ് ആണ്. അല്ലെ ആ 66 ഫീറ്റ് തന്നെ 100 ലിങ്ക്സും ഉണ്ടാവും. അപ്പോൾ ഒരു ലിങ്കിൽ 0.6 ഫീറ്റ് ആയിരിക്കും. 0.6 ഫീറ്റ് ആണ് ഒരു ലിങ്ക് എന്ന് പറയുന്നത്. പിന്നെ 80 ഗണ്ടേഴ്സ് ചെയിൻ ഈക്വൽ ടു 1 മൈൽ. 80 ഗണ്ടേഴ്സ് ചെയിൻ വെച്ചാൽ 1 മൈലാവും. പിന്നെ വരുന്നതാണ് എൻജിനീയേഴ്സ് ചെയിൻ. ഇത് 100 ഫീറ്റ് ലോങ് ആണ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് 100 ലിങ്ക്സ്. 100 ലിങ്ക്സ് ആണ് ഇതിലുണ്ടാവുക. ഈച്ച് ലിങ്ക് ബീയിങ് 1 ഫീറ്റ്. അപ്പോൾ 100 ഫീറ്റ് ലോങ് 100 ലിങ്ക്സ് ഉണ്ടാകുമ്പോൾ ഓരോ ലിങ്കും എത്ര ആയിരിക്കും 1 ഫീറ്റ് ആയിരിക്കും. ദെൻ ബ്രാസ് ടാഗ് അറ്റ് എവറി 10 ലിങ്ക് സെഗ്മെൻറ്റ്സ്. അപ്പോൾ ഓരോ 10 ലിങ്ക് കഴിഞ്ഞാലും ഓരോ ബ്രാസിൻ്റെ ടാഗ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഒരു ചെയിനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ഹാൻഡിൽ ബ്രാസ് ഹാൻഡിൽ ആയിരിക്കും. ഒരു ലിങ്ക് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. പിന്നെ 5 മീറ്റർ കഴിഞ്ഞാൽ മെറ്റൽ ടാലീസ് ഉണ്ടാവും. ഓരോ മീറ്റർ കഴിഞ്ഞാലും ബ്രാസിൻ്റെ ടാഗ്സ് ഉണ്ടാവും. അപ്പോൾ ചെയിൻ കഴിഞ്ഞു. ഇനി നമ്മൾ അക്യുറേറ്റ് മെഷർമെൻറ്റിനായിട്ട് ഓക്കെ ടേപ്പ് യൂസ്ഡ് ഫോർ അക്യുറേറ്റ് മെഷർമെൻറ്റ് ഓഫ് ഡിസ്റ്റൻസസ്. അപ്പോൾ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയിൻ കൂടാതെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ടേപ്പ്. നമ്മളെപ്പോഴും ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു സാധനമാണ് ടേപ്പ്. അപ്പോൾ ടേപ്പിൽ തന്നെ പല ടൈപ്പ് ഓഫ് ടേപ്പ് ഉണ്ട്. ഇത് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് നമുക്ക് അതിൽ തന്നെ വാല്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് നല്ല പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടും. സോ ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ് ഫസ്റ്റ് വരുന്നതാണ് ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ്. സോ ഇത് മെയ്ഡ് ഓഫ് ഡെൻസ്ലി വൂവൺ ലിനൻ ക്ലോത്ത്. ഇത് ലിനൻ ക്ലോത്ത് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 12 mm to 15 mm വൈഡും 10 മീറ്റർ to 30 മീറ്റർ ലോങ്ങും ആണ്. ഇതിൻ്റെ വിഡ്ത്ത് 12 to 15 mm ആണ്. അതേപോലെ ലെങ്ത്ത് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. പിന്നെ ഇത് ലൈറ്റ് ആണ്, ഫ്ലെക്സിബിൾ ആണ് ആൻഡ് ഈസി ടു ഹാൻഡിൽ ആണ്. പെട്ടെന്ന് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും എല്ലായിടത്തും ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും കൊണ്ടുപോകാനും ഈസിയാണ്. ആൻഡ് ദേ ആർ റിയർലി യൂസ് ഫോർ അക്യുറേറ്റ് മെഷർമെൻറ്റ്സ് ബിക്കോസ് ഇറ്റ് ഷ്രിങ്ക്സ് with the change of temperature and humidity and gets altered by stretching. അപ്പോൾ അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടാണ്. കാരണം അത് ഷ്രിങ്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഷ്രിങ്ക് ചെയ്യും. പിന്നെ മോയ്സ്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ എറർ വരാൻ ചാൻസ് ഉണ്ട്. ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ടേപ്പിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ് അത്ര അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് തരില്ല. പിന്നെ അപ്പോൾ അതിന് പകരം യൂസ് ചെയ്യണം അടുത്ത ടൈപ്പാണ് മെറ്റാലിക് ടേപ്പ്. അതിൽ ആൻ ഇംപ്രൂവ്മെൻറ്റ് ഓൺ ലിനൻ ടേപ്പ്. മെറ്റാലിക് ടേപ്പ് എന്ന് പറഞ്ഞാൽ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കുന്ന ടേപ്പ് എന്നല്ല, പക്ഷെ ലിനൻ ടേപ്പിൽ തന്നെ കുറച്ചൊരു ഇംപ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുള്ളൊരു ഐറ്റമാണ് മെറ്റാലിക് ടേപ്പ്. സോ ലിനൻ ക്ലോത്ത് ഇസ് റീഇൻഫോഴ്സ്ഡ് വിത്ത് ഫൈൻ കോപ്പർ ഓർ ബ്രാസ് വയർസ്. അപ്പോൾ ഈ ഒരു ലിനൻ ക്ലോത്തിൽ
കോപ്പറോ ബ്രാസ് വയേഴ്സ് ആയിട്ടോ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ റീഇൻഫോഴ്സ്മെന്റ് പോലെ പ്രൊവൈഡ് ചെയ്യും. ഈ കോപ്പർ വയറോ ബ്രാസ് വയറോ യൂസ് ചെയ്തിട്ട് ഈ ക്ലോത്തിന്റെ മേലെ, അതിനാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുക. അപ്പം ഈ ഒരു കോപ്പറോ ബ്രാസോ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തിന് ആ ലിനനിനെ കുറച്ചും കൂടി വാട്ടർ പ്രൂഫ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ക്ലോത്ത് ഓർ ലിനൻ ടേപ്പിനെ കാട്ടി കുറച്ചും കൂടി ബെറ്റർ ആണ് ഈ ഒരു ടൈപ്പ്. അപ്പോൾ ഇതിന് പറയുന്നതാണ് മെറ്റാലിക് ടേപ്പ്. മെറ്റാലിക് ടേപ്പ് എന്ന് പറഞ്ഞാൽ മെറ്റലോണ്ടുള്ള ടേപ്പ് എന്നല്ല, പക്ഷേ ലിനൻ ക്ലോത്തിന് കോപ്പറോ ബ്രാസോ വയർ വെച്ച് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടേപ്പ്. സോ ദേ ആർ ലൈറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ബട്ട് ആർ നോട്ട് ഈസിലി ബ്രോക്കൺ. അപ്പോൾ അതൊരു ലൈറ്റ് ആണ്, പിന്നെ ഫ്ലെക്സിബിൾ ആണ്, പിന്നെ പെട്ടെന്ന് ബ്രോക്ക് ചെയ്യാനും പറ്റില്ല. Then made in length of 2, 5, 10, 20, 30, 50 meters. അപ്പോൾ ഈ ഒരു ലെങ്ത്തിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഈ ഒരു മെറ്റാലിക് ടൈപ്പ് ഓഫ് ടേപ്പ്. ഇനി വരുന്ന ഒരു ടൈപ്പ് ഓഫ് ടേപ്പ് ആണ് സ്റ്റീൽ ടേപ്പ്, അതായത് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുന്ന ടേപ്പ്. ദേ ആർ മെയ്ഡ് ഓഫ് തിൻ സ്ട്രിപ്പ് ഓഫ് സ്റ്റീൽ 6 mm to 10 mm in width. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6 to 10 ആണ്. 6 mm or 10 mm in width and available in different lengths. Different lengthലായിട്ട് ഇത് അവൈലബിൾ ആണ്. ആൻഡ് ടേപ്സ് longer than 30 meter wound on a metal reel. അപ്പോൾ 30 മീറ്ററിനെക്കാട്ടിയും ലെങ്ത്ത് ഈ ഒരു ടേപ്പിനുണ്ടെങ്കിൽ അതൊരു മെറ്റൽ പോലത്തെ ഒരു റീലാണ് ഇത് സർക്കുലേറ്റ് ചെയ്യാറ് ഈ ഒരു ടേപ്പ്. അടുത്ത വരുന്നതാണ് ഇൻവാർ ടേപ്പ്. ഇൻവാർ പറഞ്ഞ ഒരു അലോയ് ആണ്. ആ അലോയ് മെയ്ഡ് ഓഫ് 65% സ്റ്റീലും 35% നിക്കലും. സ്റ്റീലും നിക്കലും യൂസ് ചെയ്യുന്ന ഒരു അലോയ് ആണ്. ആൻഡ് ഹാസ് വെരി ലോ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. വെരി ലോ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ പറഞ്ഞാൽ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം സ്റ്റീലും നിക്കലൊക്കെ അങ്ങനെ ലോ ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഉള്ള മെറ്റൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യില്ല. കാരണം എക്സ്പാൻഡ് ചെയ്താൽ ഒരു ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എറർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ലോ ലെവൽ ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആകുമ്പം അത്ര എറർ വരില്ല. സോ ദേ ആർ യൂഷ്വലി 6 mm വൈഡ് ആൻഡ് ലെങ്ത് ഓഫ് 20, 30 and 100 meter. അപ്പോൾ അവരെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6 mm ആണ് ആൻഡ് ലെങ്ത് എന്ന് പറയുന്നത് 20, 30 and 100 meter ആണ്. സോ സബ്ജക്റ്റഡ് ടു ക്രീപ്പ് ആൻഡ് അണ്ടർഗോസ് എ സ്മോൾ ഇൻക്രീസ് ഇൻ ലെങ്ത് ആസ് ടൈം ഗോസ് ഓൺ. അപ്പം ക്രീപ്പ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഇൻക്രീസ് ഇൻ ലെങ്ത്, അതായത് കുറച്ച് എക്സ്പാൻഷൻ ഉണ്ടാവും. പക്ഷേ ലോ ലെവൽ ഓഫ് തെർമൽ എക്സ്പാൻഷൻ കൊണ്ട് തന്നെ വലിയ രീതിയിൽ എക്സ്പാൻഷൻ ഉണ്ടാവില്ല. പിന്നെ യൂസ് ചെയ്താലാണ് ഇതിൻ്റെ എലാസ്റ്റിസിറ്റി കുറഞ്ഞിട്ട് കൂടുതലും എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച്. ഇനി സർവേയിങ്, അതായത് ചെയിൻ സർവേയിങ്ങിൽ യൂസ് ചെയ്യുന്ന അടുത്തൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ആരോസ്, ഓൾസോ നോൺ ആസ് ചെയിനിങ് പിൻസ്. അപ്പോൾ ഈ ആരോസിൻ്റെ മറ്റൊരു പേരാണ് ചെയിനിങ് പിൻസ് ആൻഡ് ആർ യൂസ് ടു മാർക്ക് ദ എൻഡ് ഓഫ് ഈ ചെയിൻ ഡ്യൂറിങ് ദ ചെയിനിങ് പ്രോസസ്. അപ്പോൾ നമ്മളൊരു ലെങ്ത്ത് മെഷർ ചെയ്യാൻ A to B എന്നുള്ളൊരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഒരു 100 meter ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വെക്കാം. അപ്പം ഒരു ചെയിൻ്റെ ലെങ്ത്ത് നമ്മൾ പറഞ്ഞു 20 meter, 30 meter ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒരു ചെയിൻ്റെ ലെങ്ത്ത് കഴിഞ്ഞാൽ ഇതൊരു 20 meter ചെയിൻ ഇവിടെ വെച്ചു. പിന്നെ നമ്മൾ ആ ചെയിൻ എടുത്തിട്ട് വേണം അടുത്ത 20 meter അളക്കാൻ. പക്ഷേ ഈ ചെയിൻ എടുക്കുമ്പം നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഫിക്സ് ചെയ്യണം. അതായത് ഒരു ആരോസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ഇവിടെ നമ്മൾ ആ ചെയിൻ്റെ അവസാനം ആ ഒരു ഈ ഒരു ആരോ ആണ് ഫിക്സ് ചെയ്യുക. കാരണം ആരോ ഫിക്സ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ പോയിന്റ് പിന്നെ അത് എടുത്തിട്ട് പിന്നെ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് എത്തുമ്പോൾ ആ ഒരു പോയിന്റ് മാറാനുള്ള ചാൻസ് ഉണ്ട്. അത് മാറാതിരിക്കാനാണ് നമ്മൾ ഓരോ ചെയിൻ ലെങ്ത് കഴിഞ്ഞാലും ഈ ഒരു ആരോസ് ഫിക്സ് ചെയ്യണത്. അപ്പോൾ ഓരോ ചെയിൻ ലെങ്ത് കഴിഞ്ഞാലും ഓരോ ഈ ചെയിൻ എടുത്തിട്ട് ചെയിൻ എടുക്കുന്നതിന് മുമ്പ് ഈ ആരോ ഫിക്സ് ചെയ്യും. എന്നിട്ടാണ് ഈ ചെയിൻ എടുത്ത് മാറ്റി അടുത്ത പോയിന്റിലേക്ക് ഇങ്ങനെ കൊണ്ടെത്തിച്ചിട്ടാണ് ഈ ഒരു ഫുൾ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുക. സോ ഓൾസോ നോൺ ആസ് ചെയിനിങ് പിൻസ്. ഇതിനപ്പോൾ ചെയിനിങ് പിൻസ് എന്നാണ് വിളിക്കുക. ആൻഡ് ആർ യൂസ് ടു മാർക്ക് ദ എൻഡ് ഓഫ് ഈ ചെയിൻ ഡ്യൂറിങ് ദി ചെയിനിങ് പ്രോസസ്സ്. അപ്പോൾ ചെയിനിൻ്റെ ഓരോ എൻഡും മാർക്ക് ചെയ്യുന്നത് ഈ ആരോസ് യൂസ് ചെയ്തിട്ടാണ്. മെയ്ഡ് ഓഫ് ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ് സ്റ്റീൽ. അപ്പോൾ ഇത് ഉണ്ടാക്കിയത് ഹാർഡൻഡും ടെമ്പേർഡ് ആയിട്ടുള്ള സ്റ്റീൽ കൊണ്ടാണ്. ആൻഡ് വയർ ഈസ് 4 mm ഇൻ ഡയമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയമീറ്റർ 4 mm ആണ്. ലെങ്ത് വേരീസ് ഫ്രം 25 to 50 centimeter. അപ്പോൾ ഈ ഒരു ആരോൻ്റെ ലെങ്ത് 25 to 50 ഇടയിൽ ഏതെങ്കിലും ഒരു ലെങ്ത് ആയിരിക്കും. പിന്നെ പോയിന്റഡ് അറ്റ് വൺ എൻഡ്, ഇവിടെ ഈ ഒരു എൻഡിൽ പോയിന്റഡ് ആയിരിക്കും. ആൻഡ് സർക്കുലർ റിംഗ് ആൻഡ് അതർ എൻഡ്, ഇവിടെ ഒരു സർക്കുലർ റിംഗ് ആയിരിക്കും. ഇൻസേർട്ട് ചെയ്യാനുള്ള സുഖത്തിന് വേണ്ടി ഇവിടെ ഒരു സർക്കുലർ റിംഗ് ആയിരിക്കും. പിന്നെ അടിയിലേക്ക് ഒരു പോയിന്റഡ് ആയിരിക്കും. ഇനി അടുത്തൊരു ഇൻസ്ട്രുമെൻ്റ് അടുത്ത ചെയിനിങ്ങിന് യൂസ് ചെയ്യേണ്ട ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പെഗ്സ്.
Wooden pegs are used to mark the position of stations or terminal points of a survey line. അപ്പോൾ ഒരു സർവേ ലൈനിൻ്റെ അവസാനവും ആദ്യം ടെർമിനൽ പോയിന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വുഡൻ പെഗ്സ് യൂസ് ചെയ്യണത്. ഒരു ഡിസ്റ്റൻസ് A to B എന്ന് എടുക്കാം. ഇതൊരു 100 മീറ്ററോ അങ്ങനെ ഏതൊരു മീറ്റർ ആണെങ്കിൽ നമ്മളിവിടെ സർവേ ചെയ്ത് ഇവിടെ ചെയിൻ വെച്ചു, ഇവിടെ ആരോ ഇൻസേർട്ട് ചെയ്തു, പിന്നെ ഇവിടുന്ന് മാറ്റി പിന്നെയും ചെയിൻ വെച്ചു, ആരോ ഇൻസേർട്ട് ചെയ്തു, അങ്ങനെ ആരോ ഇൻസേർട്ട് ചെയ്തു, അങ്ങനെ ബിയിലേക്ക് അവസാനത്തെ പോയിന്റ് ആയിട്ട് ബിയിലേക്ക് പോയി എത്തി. അങ്ങനെ ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതാണ് പെഗ്സ്. ഈ ഒരു വുഡൻ പെഗ്സ് ടെർമിനേറ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ നമ്മൾ ആ പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇൻസേർട്ട് ചെയ്യുന്നതാണ് വുഡൻ പെഗ്സ്. അപ്പോൾ ഇത് എന്റെ അവസാനവും കൊടുക്കാം, ബീൻ്റെ അവസാനം നോക്കാം. പിന്നെ നമുക്ക് ചിലപ്പോൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത് സി എന്നുള്ളൊരു പോയിന്റ് ഇതിനപ്പുറത്താണെങ്കിൽ പിന്നെ ബിന്ന് ഇങ്ങോട്ട് സർവേ ചെയ്ത് പിന്നെ സി എന്ന പോയിന്റിലായിരിക്കും നമ്മൾ ഈ ഒരു വുഡൻ പെഗ് വെക്കുക. അപ്പോൾ ഇതാണ് ടെർമിനൽ പോയിന്റ്സ്, ടെർമിനൽ സ്റ്റേഷൻസ് ഡിനോട്ട് ചെയ്യാനാണ് ഈ ഒരു വുഡൻ പെഗ്സ് നമ്മൾ ഇതിൽ സോയിലേക്ക് ഇറക്കി വെക്കുക. മെയ്ഡ് ഓഫ് ടിമ്പർ 2.5 സെൻറ്റിമീറ്റർ ഓർ 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ഒരു സ്ക്വയർ ഷേപ്പ് പറഞ്ഞത് 2.5 ഓർ 3 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് 15 സെൻറ്റിമീറ്റർ ലോങ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഫ്ലാറ്റ് അറ്റ് വൺ എൻഡ് ആൻഡ് പോയിന്റഡ് അറ്റ് ദ അതർ എൻഡ്. അപ്പോൾ ഒരു എൻഡിൽ ഫ്ലാറ്റും ആയിരിക്കും, മറ്റേ എൻഡ് പോയിന്റഡും ആയിരിക്കും. അങ്ങനെ ടെർമിനൽ പോയിന്റ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ഇൻസേർട്ട് ചെയ്താൽ. അടുത്തതാണ് റേഞ്ചിങ് റോഡ്സ്. So used to locate the position of survey stations and to range the survey lines. അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെ എടുക്കാം. ഇതൊരു പോയിന്റ് എ, പോയിന്റ് ബി. അപ്പോൾ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണെങ്കിൽ, അതായത് ഒരു ചെയിൻ ലെങ്ത്തിനെ കാട്ടി എത്രയോ കൂടുതലാണെങ്കിൽ നമ്മളിങ്ങനെ ചെയിനിങ് വഴി ആണ് ഇങ്ങനെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഞാൻ ചെയിൻ വെച്ചിട്ട്. പക്ഷേ ഈ A to B നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എടുക്കണം. അത് നമ്മൾ ചെയിൻ വെച്ച് പോകുമ്പോൾ ചെരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഈ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് ചെരിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോഴാണ് നമ്മൾ റേഞ്ചിങ് റോഡ്സ് യൂസ് ചെയ്യണത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ റേഞ്ചിങ് റോഡ് പോയിന്റ് എയിൽ ഇൻസേർട്ട് ചെയ്യും, പിന്നെ അടുത്ത പോയിന്റ് അതായത് എൻഡ് പോയിന്റ് ആയ പോയിന്റ് ബിയിൽ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ഈ A to B ഉള്ള ഡിസ്റ്റൻസിൻ്റെ ഇടയിൽ ഏതെങ്കിലും പോയിന്റിൽ നമ്മൾ റേഞ്ചിങ് റോഡ് ഇൻസേർട്ട് ചെയ്യും. സച്ച് എ വേ ദാറ്റ് പോയിന്റ് A B ഇപ്പോൾ ഇടയിലുള്ള പോയിന്റ് C ആണ് നോക്കുക. ഈ A B C എന്നുള്ള പോയിന്റ് ഒരേ ലൈനിലാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സർവേയർ ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു സർവേയർ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഇതിലൂടെ നോക്കുമ്പോൾ ഈ 3 റേഞ്ചിങ് റോഡും ഒരേ ലൈനായിട്ടാണെങ്കിൽ ഒരേ ലൈൻ ഓഫ് സൈറ്റ് ആയിട്ടാണ് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഈ റേഞ്ചിങ് റോഡ് അങ്ങോട്ടോ മാറിയിട്ടാണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. അപ്പോൾ ഈ റേഞ്ചിങ് റോഡ് 3 റേഞ്ചിങ് റോഡും ഒരേ ലൈനായിട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു ലൈൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഞ്ചിങ് റോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കണം. അതേ ലൈനിലുള്ള ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഏതാണെന്ന് നോക്കിയിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് എത്തിക്കാനാണ് റേഞ്ചിങ് റോഡ് യൂസ് ചെയ്യുന്നത്. സോ യൂസ് ടു ലൊക്കേറ്റ് ദ പൊസിഷൻസ് ഓഫ് സർവേ സ്റ്റേഷൻസ് ആൻഡ് ടു റേഞ്ച് ദ സർവേ ലൈൻസ് and length is of 2 meter, 3 meter, 4 meter and are in circular in cross section of 30 mm in diameter. അപ്പോൾ സർക്കുലർ ക്രോസ് സെക്ഷനിലായിരിക്കും ഈ റേഞ്ചിങ് റോഡ് ഉണ്ടാവുക. അതിൻ്റെ ഇതിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുമ്പോൾ 30 mm ആയിരിക്കും. And they are painted in alternative bands of either black and white or red and white, each band 20 cm long. അപ്പോൾ വൈറ്റ് റെഡ് അങ്ങനെ രീതിയിൽ ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും ഈ റേഞ്ചിങ് റോഡ്സ് ഉണ്ടാവുക. ഇതൊക്കെ നിങ്ങൾ ലാബിൽ ചിലപ്പോൾ സർവേ ലാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അടുത്തതാണ് ഓഫ്സെറ്റ് റോഡ്. സോ സിമിലർ ടു റേഞ്ചിങ് റോഡ് ആൻഡ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഷോർട്ട് ഓഫ്സെറ്റ്സ് 3 meter ലോങ് മെയ്ഡ് ഓഫ് സീസൺഡ് വുഡ്. അപ്പം ഓഫ്സെറ്റ് റോഡ് എന്ന് പറയുമ്പോൾ ഓഫ്സെറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓഫ്സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരു സർവേ ലൈനാണ് വിചാരിക്കുക, A to B എന്നുള്ളത് ഒരു സർവേ ലൈനിങ്ങൾ വിചാരിക്കുക. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് ഒരു ട്രീയോ എന്തെങ്കിലും ഒരു ബിൽഡിങ്ങോ ഉണ്ടെങ്കിൽ നമ്മൾ A to B നമുക്ക് ഈ ഒരു ട്രീനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം. അതായത് ഒരു ന്യൂ സർവേ ലൈൻ നമുക്ക് അവിടെ നിന്ന് വരയ്ക്കണം. അതിനാണ് ഓഫ്സെറ്റിംഗ് എന്ന് പറയുക. ഈ മെയിൻ ആയിട്ടുള്ള ഈ ഒരു A to B സർവേ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു ആംഗിളിലായിട്ടോ നമുക്ക് ഈ ഒരു പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യാനാണ് ഓഫ്സെറ്റിംഗ് എന്നുള്ളൊരു ഓഫ്സെറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ഓഫ്സെറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റോഡാണ് ഓഫ്സെറ്റ് റോഡ്.
സോ ദേ ആർ 3 meter ലോങ് ആൻഡ് മെയ്ഡ് ഓഫ് സീസൺ വുഡ്. 3 meter ആയിരിക്കും അതിൻ്റെ ലെങ്ത്. സീസൺ വുഡ് ആണ്. അതിൻ്റെ കാണാനും റേഞ്ചിങ് റോഡ് പോലെ തന്നെ ആവും. പക്ഷെ ഇത് ഓഫ്സെറ്റിങ്ങിനാണ് യൂസ് ചെയ്യാറ്. പിന്നതാണ് മാലറ്റ്. വുഡൻ മാലറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് വുഡൻ പെഗ്സ് ഇൻ ടു ദ ഗ്രൗണ്ട്. അപ്പം ഈ വുഡൻ പെഗ്സിൽ നേരത്തെ പറഞ്ഞ ഈ വുഡൻ പെഗ്സ് ആ ഗ്രൗണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹാമർ ആണ് മാലറ്റ്. വുഡൻ ആയിട്ടുള്ള ഹാമർ പോലെ. ദെൻ ക്രോസ് സ്റ്റാഫ്, അടുത്ത ഇൻസ്ട്രുമെൻ്റ് ആണ് ക്രോസ് സ്റ്റാഫ്. ഇൻസ്ട്രുമെന്റ്സ് ദാറ്റ് പ്രൊവൈഡ് വൺ പെയർ ഓഫ് ലൈൻ ഓഫ് സൈറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഈച്ച് അതർ കൺസിസ്റ്റ് ഓഫ് എ വുഡൻ സ്ക്വയർ ഹെഡ് ആൻഡ് ലെഗ്. അപ്പോൾ ഇതിലൊരു വുഡൻ സ്ക്വയർ ലെഗും ഉണ്ടാവും, പിന്നെ ഒരു ഹെഡും ഉണ്ടാവും. ഇതും ഓഫ്സെറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഒരു സർവേ ലൈനിൽ വേറൊരു പോയിന്റിൽ ലൊക്കേറ്റ് ചെയ്യാനാണ് ഈ ക്രോസ് സ്റ്റാഫും യൂസ് ചെയ്യാറ്. ഈ ക്രോസ് സ്റ്റാഫ് തന്നെ 3 ടൈപ്സ് ഉണ്ട്. ഒന്ന് ഓപ്പൺ ക്രോസ് സ്റ്റാഫ്, പിന്നെ ഒന്ന് ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ്, പിന്നെ അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ്. അടുത്തതാണ് പ്ലം ബോബ്, യൂസിങ് ഫോർ ടെസ്റ്റിംഗ് ദ വെർട്ടിക്കാലിറ്റി. അപ്പം ഈ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലം വെർട്ടിക്കൽ ആയിട്ടുള്ള ഡയമെൻഷൻ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്ലം ബോബ്. അത് സസ്പെൻഡ് ചെയ്താൽ കറക്റ്റ് നമുക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള ഡയറക്ഷന് കിട്ടും. സെൻറ്ററിങ് എയ്ഡ് ഇൻ കോമ്പസ് പ്ലെയിൻ ടേബിൾ സർവിങ്. അപ്പോൾ ഈ പ്ലം ബോബ് മെയിനായിട്ട് കോമ്പസ് സർവേയിങ്ങിലും പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിലാണ് ഉണ്ടാവുക. ഈ പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ ആ ടേബിളിൻ്റെ അടിയിൽ കറക്റ്റ് വെർട്ടിക്കലായിട്ട് അത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഡയറക്റ്റ് വെർട്ടിക്കൽ ലെങ്ത് നോക്കാൻ ഈ ഒരു പ്ലം ബോബ് യൂസ് ചെയ്യും. അപ്പം എല്ലാവർക്കും ഇത് ക്ലിയർ ആണോ? ഈ ഒരു ടോപ്പിക് ക്ലിയർ ആണോ? സ്റ്റീൽ ടേപ്പ്, ആരോ, സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഇതൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഈ ചെയിൻ സർവേയിങ്, അതായത് ചെയിനിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിങ്. ദ ഹോൾ ഓഫ് ദ ഏരിയ ടു ബി സർവേ is divided into a skeleton of framework consisting of a number of well connected network of well conditioned triangles. അപ്പോൾ ഏതൊരു ഏരിയയിലും നമ്മളൊരു ട്രയാങ്കിൾ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾസ് ആയിട്ട് വരയ്ക്കും. ഇതൊക്കെ ഒരു വെൽ കണ്ടീഷൻ ട്രയാങ്കിൾസ് ആണ്. ഒരു ഏരിയ നമ്മൾ വെൽ കണ്ടീഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ടാണ് നമ്മളത് സർവേ ചെയ്യാറ്. അതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേ എന്ന് പറയുന്നത്. സോ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ ഇസ് ട്രയാങ്കിൾ where no angle is less than 30 or greater than 120 degree. അപ്പോൾ ഈ 30ൻ്റെ ഓക്കെ. പിന്നെ ഈ ഓഫ്സെറ്റ് എന്താണ്? ഓഫ്സെറ്റ് പറഞ്ഞാൽ നമ്മളൊരു മെയിൻ സർവേ ലൈൻ ഉണ്ടാവില്ലേ, A to B ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു മെയിൻ സർവേ ലൈൻ ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ സർവേ ലൈനിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ബിൽഡിങ്ങോ അതേപോലെ എന്തെങ്കിലും ട്രീസോ എന്തെങ്കിലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ നമുക്ക് സർവേ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ മെയിൻ സർവേ ലൈനിന്ന് അപ്പോൾ നമ്മളൊരു ലൈന് വരയ്ക്കും. ആ ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു ആംഗിളായിട്ടോ ഒരു ലൈൻ വരയ്ക്കുന്നതിനാണ് നമ്മൾ ഓഫ്സെറ്റ് എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ ട്രീ ഉണ്ടെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യാൻ മെയിൻ സർവേ ലൈൻ നമ്മളൊരു ഡിസ്റ്റൻസ് എടുത്തിട്ട് മെയിൻ സർവേ ലൈനിന്ന് നമുക്ക് ആ ട്രീയിലായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നതിനാണ് ഓഫ്സെറ്റ് എന്ന് പറയുക. ഓക്കെ. അപ്പോൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഓഫ്സെറ്റ് റോഡ്. ഇത് യൂസ് ചെയ്തിട്ടാണ് അവിടെ ആ ലൈന് വരയ്ക്കുന്നത്. ലൈൻ വരയ്ക്കല്ല, ലൈൻ വരയ്ക്കുമ്പോൾ വെക്കുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ചെയിൻ സർവേയിങ്ങിൽ നമ്മൾ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ വരച്ചിട്ടാണ് ഒരു പ്ലോട്ടിനെ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ വരച്ച് അങ്ങനെ ഡിവൈഡ് ചെയ്യും. വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ പറഞ്ഞാൽ 30 ഡിഗ്രി ആ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയെക്കാട്ടി കുറവും ആവരുത്. പിന്നെ ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 ഡിഗ്രി ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 120 ഡിഗ്രി. അതായത് ആ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിളും 120 ഡിഗ്രിനെക്കാട്ടി കൂടുതലാവരുത്, പിന്നെ ഒരു ആംഗിളും 30 ഡിഗ്രിനെക്കാട്ടി ലെസ് ആവരുത്. ഏറ്റവും ഐഡിയലി പറഞ്ഞാൽ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുന്നതായിരിക്കും. പക്ഷേ എല്ലാ പ്ലോട്ടിലും നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ മാത്രമേ വരച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഫീൽഡിൽ തന്നെ നമുക്ക് ചെയിനുമായി ഡയറക്റ്റ്ലി മെഷർ ചെയ്യും. ആൻഡ് ഇതിൽ ചെയിൻ സർവേയിങ്ങിൽ ആംഗുലർ മെഷർമെൻറ്റ് ഇൻവോൾവ് അല്ലാന്ന് നമ്മൾ ആദ്യം പഠിച്ചു. ചെയിൻ സർവേയിങ്ങിൽ ആകെ ആ ലീനിയർ മെഷർമെൻറ്റ്, അതായത് ഡയറക്റ്റ് ആയിട്ട് ചെയിൻ യൂസ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പ്ലോട്ടിനെ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ലെങ്ത്തും ഇങ്ങനെ ടേപ്പ് വഴി നമ്മൾ കണ്ടുപിടിക്കും. ടേപ്പ് ഓർ ചെയിനുമായി കണ്ടുപിടിക്കും. എന്നിട്ട് നമുക്ക് ആ പ്ലോട്ടിൻ്റെ ഏരിയ കാണാം, വോളിയം കാണാം, അങ്ങനെ എല്ലാം ചെയ്തിട്ട് സർവേ ചെയ്യാം. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ്.
അപ്പോൾ ചെയിൻ സർവേയിൽ തന്നെ കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സർവേ സ്റ്റേഷൻ. A survey station is a prominent point on the chain line and can be either at the beginning of the chain line or at the end. A survey station may be marked on the ground by driving pegs if the ground is soft. അപ്പോൾ ഇതൊരു നമ്മൾ സർവേ ചെയ്യാനുള്ള പ്ലോട്ട് ആണെങ്കിൽ ആ പ്ലോട്ടിൻ്റെ ബൗണ്ടറിയിൽ കുറച്ച് സ്റ്റേഷൻസ് നമ്മൾ ഫിക്സ് ചെയ്യും, കുറച്ച് ബൗണ്ടറി പോയിന്റ്സ് ഫിക്സ് ചെയ്യും. സോ ഇതൊരു ബൗണ്ടറി പോയിന്റ്, മെയിനായിട്ട് കുറച്ച് ബൗണ്ടറി പോയിന്റ്സ് ഫിക്സ് ചെയ്യും. ഈ ഒരു ബൗണ്ടറി പോയിന്റ്സിനെയാണ് നമ്മൾ മെയിൻ സ്റ്റേഷൻ എന്ന് പറയുക. ദ പോയിന്റ്സ് വിത്ത് ദ ടു സൈഡ്സ് ഓഫ് മെയിൻ ട്രയാങ്കിൾ മീറ്റ് ആർ കോൾഡ് ആസ് മെയിൻ സർവേ സ്റ്റേഷൻ. അപ്പോൾ ഈ ബൗണ്ടറിയിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് ഫിക്സ് ചെയ്യും. എന്തിന്? ഈ സർവേ ചെയ്യാനുള്ള എളുപ്പത്തിൽ, അതായത് സർവേ ലൈൻസ് വരയ്ക്കാനും ഒക്കെ നമ്മൾ ആദ്യം ബൗണ്ടറീസിലാണ് പോയിന്റ്സ് ഫിക്സ് ചെയ്യുക. അതിനാണ് മെയിൻ സ്റ്റേഷൻ എന്ന് പറയാം. സോ അപ്പോൾ ഇനി അടുത്ത് നോക്കാം. ദ stations which are selected anywhere else on main survey lines for running auxiliary lines are called as subsidiary or tie stations. അപ്പോൾ മെയിൻ സർവേ ലൈൻസിന് പുറമെ, മെയിൻ സർവേ സ്റ്റേഷന് പുറമെ അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് പെട്ടെന്ന് ചെറിയ ലൈൻസ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ടൈ സ്റ്റേഷൻസ് യൂസ് ചെയ്യും. അതിനാണ് ടൈ സ്റ്റേഷൻ എന്ന് പറയുക. ആദ്യം നമ്മൾ മെയിൻ സർവേ സ്റ്റേഷൻസ് വെച്ചു, എന്നിട്ട് നമ്മൾ അതിനെ കൂടെ പാസ് ചെയ്യണ മെയിൻ സർവേ ലൈൻസ് വരയ്ക്കും. ഈ പോയിന്റ്സ് ഒക്കെ കണക്ട് ചെയ്തിട്ടൊരു മെയിൻ സർവേ ലൈൻസ് വരയ്ക്കും, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ ഈ മെയിൻ സർവേ ലൈൻസിൽ നമുക്ക് സബ്സിഡറി ഓർ ടൈ സ്റ്റേഷൻസ് വരയ്ക്കാം. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം. ഫസ്റ്റ് നമ്മൾ എ ബി സി ഡി പറഞ്ഞുള്ള മെയിൻ സ്റ്റേഷൻ വരച്ചു. എന്നിട്ട് മെയിൻ സർവേ ലൈൻ വരച്ചു. ഇത് മെയിൻ സർവേ ലൈൻ. പിന്നെ ഈ ഒരു മെയിൻ സർവേ ലൈൻ നമുക്ക് T1 T2 പറഞ്ഞിട്ടുള്ള ടൈ സ്റ്റേഷൻസ് കാണാം. ഇതാണ് ചെറിയ ഓക്സിലറി ടൈ സ്റ്റേഷൻസ്. ഈ ഒരു DB എന്ന് പറഞ്ഞത് നമുക്ക് ബേസ് ലൈൻ ആയിട്ട് എടുക്കാം. ബേസ് ലൈൻ എന്ന് പറഞ്ഞാൽ മെയിൻ സർവേ ലൈൻ തന്നെയാണ്, പക്ഷേ നമ്മുടെ ബൗണ്ടറിയിലുള്ള ഏറ്റവും വലിയ മെയിൻ സർവേ ലൈൻ എന്താണോ അതായിരിക്കും ബേസ് ലൈൻ. അപ്പോൾ ഈ ഒരു DC എന്ന് പറഞ്ഞത് ബേസ് ലൈൻ ആയിരിക്കും. ഈ T1 T2 എന്ന് പറഞ്ഞത് ടൈ സ്റ്റേഷൻസ് ആയിരിക്കും. അപ്പോൾ ഈ ടൈ സ്റ്റേഷനെ ജോയിൻ ചെയ്യുന്ന ലൈനാണ് ടൈ ലൈൻ. ഇത് ടൈ ലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പം ദ പോയിന്റ്സ് വേർ ദി ടു സൈഡ്സ് ഓഫ് മെയിൻ ട്രയാങ്കിൾ മീറ്റ് ആർ കോൾഡ് ആസ് മെയിൻ സർവേ സ്റ്റേഷൻ. അതായത് ബൗണ്ടറി നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണ ആ ഒരു സ്റ്റേഷനാണ് മെയിൻ സർവേ സ്റ്റേഷൻ. പിന്നെ അതുകൂടെ വരയ്ക്കുന്ന ആ ലൈനാണ് മെയിൻ സർവേ ലൈൻ. അതേപോലെ സബ്സിഡറി ഓർ ടൈം സ്റ്റേഷൻസ് പറഞ്ഞാൽ ആ സർവേ ലൈൻസിൽ നമ്മൾ ചെറിയ സ്റ്റേഷൻസ് ഫിക്സ് ചെയ്യും. അതിനാണ് ടൈ സ്റ്റേഷൻ എന്ന് പറയാം. അപ്പം സർവേ ലൈൻസ് പറയുമ്പോൾ മെയിൻ സ്റ്റേഷനിലും കൂടി വരയ്ക്കുന്നത് മെയിൻ സർവേ ലൈൻ, ടൈ സ്റ്റേഷനിലും കണക്ട് ചെയ്ത് വരയ്ക്കുന്നത് ടൈ ലൈൻ, ആൻഡ് ബേസ് ലൈൻ എന്ന് പറയുമ്പോൾ ആ ഒരു ബൗണ്ടറിയിൽ വരുന്ന ഏറ്റവും വലിയ മെയിൻ സർവേ ലൈൻ ആയിരിക്കും അതിൻ്റെ ബേസ് ലൈൻ. ആ അക്രോസ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത് ഇതായിരിക്കും ഏറ്റവും വലിയ സർവേ ലൈൻ, അതായിരിക്കും ആ ഒരു ബൗണ്ടറിൻ്റെ ബേസ് ലൈൻ. The line on which the framework of the survey is built is known as the baseline. It is most important line of survey. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനാണ് സർവേൻ്റെ. ആൻഡ് ജനറലി ദ ലോങ്ങസ്റ്റ് ലൈൻ ഓഫ് ദ മെയിൻ സർവേ ലൈൻസ് ഈസ് കൺസിഡേർഡ് ആസ് ബേസ് ലൈൻ. ദിസ് ലൈൻ ഷുഡ് ബി ടേക്കൺ ത്രൂ എ ഫെയർലി ലെവൽ ഗ്രൗണ്ട്. ഇറ്റ് ഷുഡ് ബി മെഷേർഡ് കെയർഫുള്ളി ആൻഡ് അക്യുറേറ്റ്ലി. അപ്പോൾ ബേസ് ലൈൻ നമുക്ക് ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് വരയ്ക്കണം. പിന്നെ വരുന്നതാണ് ചെക്ക് ലൈൻ. The lines which run in the field to check the accuracy of the work are called check lines. നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ കറക്റ്റായി വന്നോ എന്നുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ സ്റ്റേഷനിൽ വരയ്ക്കുന്ന ലൈനാണ് ചെക്ക് ലൈൻ. ബേസ് ലൈനിലോട്ടോ അല്ലെങ്കിൽ രണ്ട് സർവേ ലൈൻസ് തമ്മിൽ നമുക്കിങ്ങനെ ചെക്ക് ചെയ്ത് ലൈൻ വരയ്ക്കാം. അതിനാണ് അക്യുറസി. നമ്മൾ മാപ്പിലേക്കോ പ്ലാനിലേക്കോ ആക്കുമ്പോൾ അതും ഇതും കറക്റ്റ് ആണെന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്ന ലൈനാണ് ചെക്ക് ലൈൻ. Each triangle must have a check line. Sometimes this line also help to locate interior details of the survey. അപ്പോൾ ഇതിൽ ഓരോ ട്രയാങ്കിൾക്കും നമ്മൾ ചെക്ക് ചെയ്ത് പോകണം. അതുകൊണ്ട് ഓരോ ട്രയാങ്കിളും ചെക്ക് ലൈൻ വേണം. പിന്നെ ഇത് ഇൻറ്റീരിയർ എന്തെങ്കിലും ബിൽഡിങ്ങോ അങ്ങനെ എന്തുണ്ടെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യാനും ഈ ഒരു ചെക്ക് ലൈനിന് ഈസിയാണ്. അതാണ് ചെക്ക് ലൈൻ. പിന്നെ ഓഫ്സെറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ലാറ്ററൽ മെഷർമെൻറ്റ് ഫ്രം ദ ബേസ് ലൈൻ ആർ ടേംഡ് ആസ് ഓഫ്സെറ്റ്സ്. അതായത് ഇപ്പോൾ ഇതൊരു ബേസ് ലൈൻ ആണെങ്കിൽ അവിടെ നിന്ന് എടുക്കുന്ന ഒരു മെഷർമെൻറ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള ലാറ്ററൽ ആയിട്ടുള്ള മെഷർമെൻറ്റിനാണ് നമ്മൾ ഓഫ്സെറ്റ് എന്ന് പറയാം. ദേ ആർ യൂസ് ടു ഫിക്സ് ലൊക്കേഷൻ ഓഫ് വേരിയസ് ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ബേസ് ലൈൻ. അപ്പോൾ ഏതെങ്കിലും ബിൽഡിംഗ് ട്രീ ഇതൊക്കെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാനാണ് ഈ നമുക്ക് ഓഫ്സെറ്റിങ് ചെയ്യുന്നത്.
കോമൺലി ഓഫ്സെറ്റ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾസ്. കോമൺ ആയിട്ട് 90 ഡിഗ്രിയിലുള്ള ലൈനാണ് നമ്മൾ വരയ്ക്കുക. പക്ഷേ സംടൈംസ് ഇറ്റ് ക്യാൻ ബി വേറൊരു ആംഗിളിലും വരയ്ക്കാം. അത് ചെരിഞ്ഞിട്ടാണെങ്കിൽ അതിനെ ഒബ്ലീക്ക് ഓഫ്സെറ്റ്സ് എന്നും പറയും. ഇത് 90 ഡിഗ്രി, ഇത് ഒബ്ലീക്ക്, അങ്ങനെയാണ് ഓഫ്സെറ്റ്സ്. അപ്പോൾ ഈ ഓഫ്സെറ്റ്സ് പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്സ് ഒന്നും, പക്ഷെ അഥവാ ഓക്കെ, ഏതാണ് ഒന്നും കൂടി പറയേണ്ടത്? നിഖിൽ, ആ സർവേ സ്റ്റേഷൻസ് മുതലാണോ? ഓക്കെ, ഓക്കെ, ഇതൊരു പ്ലോട്ടാണ് വിചാരിക്കുക. ABCD എന്ന് പറഞ്ഞ ഒരു പ്ലോട്ട്. ഇതല്ല പ്ലോട്ട്, ഇതതിൻ്റെ സർവേ സ്റ്റേഷൻ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും ഒരു പ്ലോട്ട് വരിക. ഓക്കെ ഓക്കെ, ഇതതിൻ്റെ പ്ലോട്ടായിരിക്കും. ഈ പ്ലോട്ട്, അതായത് ബൗണ്ടറിയിൽ ഫസ്റ്റ് നമ്മൾ കുറച്ച് പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യും. ആ പോയിന്റ്സിനാണ് മെയിൻ സർവേ സ്റ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കാനായി നമ്മൾ കുറച്ച് പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാണ്. ABCD മെയിനായിട്ട് ആ ബൗണ്ടറിൻ്റെ ആ ഒരു ഇതിൽ വരുന്ന പോയിന്റ്സ്. അപ്പോൾ ഇതെന്താണ്? ഫസ്റ്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന ആ മെയിൻ ആയിട്ടുള്ള സ്റ്റേഷൻസിനെയാണ് മെയിൻ സർവേ സ്റ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഇതൊക്കെ മെയിൻ സർവേ സ്റ്റേഷൻ ആയിരിക്കും. മെയിൻ സർവേ സ്റ്റേഷൻസ് വയ്ക്കാം. എന്നിട്ട് ഈ മെയിൻ സർവേ സ്റ്റേഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഓരോ സർവേ സ്റ്റേഷൻ കണക്ട് ചെയ്ത് മെയിൻ സർവേ ലൈന് വരയ്ക്കും. ഇതിൽ ഈ AD DC CB എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൻ സർവേ ലൈൻ വരയ്ക്കും. ഈ മെയിൻ സർവേ സ്റ്റേഷനെ കണക്ട് ചെയ്യുന്ന ലൈനാണ് മെയിൻ സർവേ ലൈൻ. അതാണ് മെയിൻ സർവേ ലൈൻ. ഇനി നമ്മൾ അപ്പോൾ ഇതൊരു മൊത്തത്തിൽ എത്ര മെയിൻ സർവേ സ്റ്റേഷൻ ഉണ്ട്? ABCD പറഞ്ഞിട്ടും പിന്നെ മെയിൻ സർവേ ലൈന് 4 എണ്ണം കിട്ടി. ഇനി ഈ മെയിൻ സർവേ ലൈനിൽ തന്നെ ഏറ്റവും വലുതായിട്ട് നമ്മൾ ഈ ഗ്രൗണ്ടിന് ഇൻ്റർസെക്റ്റ് ചെയ്ത രീതിയിൽ നമ്മളൊരു സർവേ ലൈൻ വരയ്ക്കും. അതാണ് ഈ DB എന്ന് പറഞ്ഞ ഒരു ലൈന്. ഇതെന്താ? മെയിൻ സ്റ്റേഷനെ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ തന്നെയാണ്, പക്ഷെ ഏറ്റവും വലുതാണ്. അതുകൊണ്ട് ഈ മെയിൻ സ്റ്റേഷനെ കണക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ലൈനിനെ നമ്മൾ ബേസ് ലൈൻ എന്ന് കൊടുക്കും. അപ്പോൾ ഇത് മെയിൻ സർവേ ലൈനും ആണ്, അതേപോലെ ബേസ് ലൈനും ആണ്. അപ്പോൾ ഇതാണ് ബേസ് ലൈൻ. 2 മെയിൻ സ്റ്റേഷനാണ് ഈ ഇത് കണക്ട് ചെയ്യുക. അത് ഇൻ്റർസെക്റ്റ് ആയ രീതിയിലായിരിക്കും കണക്ട് ചെയ്യുക. നടുവ് കൂടെ കണക്ട് ചെയ്യുന്നതാണ്. അത് പിന്നെ ഏറ്റവും വലുതുമാണ്. അതുകൊണ്ട് തന്നെ അത് ബേസ് ലൈൻ എന്ന് പറയും. ഇനി ഈ മെയിൻ സർവേ ലൈനിൽ തന്നെ ഈ മെയിൻ സർവേ ലൈൻ ബേസ് ലൈനിലൊക്കെ ചെറിയ ചെറിയ സ്റ്റേഷൻസ് ഉണ്ടാവും. ചെറിയ ചെറിയ സ്റ്റേഷൻസ് ലൊക്കേറ്റ് ചെയ്യും. അതിനെയാണ് ടൈ സ്റ്റേഷൻ എന്ന് പറയുക. അപ്പോൾ ഇതിൽ T1 T2 അങ്ങനെ ചെറിയ സ്റ്റേഷൻസ് ഉണ്ട്. T1 T2 എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇവിടെയൊക്കെ നമുക്ക് T3 T4 എന്നൊക്കെ ആയിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ സ്റ്റേഷൻസ് മെയിൻ സർവേ ലൈൻസിൽ നമ്മളിങ്ങനെ ഓരോ ലൊക്കേഷൻ കൊടുക്കും. എന്നിട്ട് അത് കണക്ട് ചെയ്യണം. അതായത് ആ ടൈ സ്റ്റേഷന് കണക്ട് ചെയ്യുന്ന ലൈനിനെ ടൈ ലൈൻ എന്ന് കൊടുക്കും. ഇതിപ്പോൾ ടൈ ലൈൻ, 2 ടൈ സ്റ്റേഷൻ തമ്മിൽ കണക്ട് ചെയ്തു, അതിനെ ടൈ ലൈൻ എന്ന് കൊടുക്കും. ഇത് നമ്മളിപ്പോൾ പുതിയ വരച്ചാണ്, അതിന് നമുക്ക് ടൈ ലൈൻ എന്ന് കൊടുക്കാം. അത് ബിൽഡിങ് ഇൻ്റർസെക്റ്റ് ആയ രീതി വരയ്ക്കരുത്. T3 T4 ഇങ്ങനെ ടൈ ലൈൻ കൊടുക്കാം. അപ്പോൾ ടൈ ലൈനും മെയിൻ സർവേ ലൈനും ടൈ സ്റ്റേഷനും മെയിൻ സ്റ്റേഷനുമായി. ഇനി ചെക്ക് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ നമ്മൾ ചെയ്തതൊക്കെ അക്യുറേറ്റ് ആയോണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതിനാണ് ചെക്ക് ലൈൻസ് എന്ന് പറയുക. ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ലൈൻസ് വരയ്ക്കും. ഓരോ ട്രയാങ്കിളിലും നമ്മൾ ഓരോ ലൈനായിട്ട് വരച്ചിട്ട് അതും നമ്മൾ ചെയ്ത പ്ലാനും തമ്മിൽ കമ്പയർ ചെയ്യും. ഇതിനാണ് ചെക്ക് ലൈൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെക്ക് ലൈനായിട്ട് നമുക്ക് ഈ ട്രയാങ്കിളിൽ ഈ ഒരു പോയിന്റ് ചെക്ക് ലൈനായിട്ട് എടുത്തു, ഈ ഒരു ലൈന് ചെക്ക് ലൈനായിട്ട് എടുത്തു. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വരയ്ക്കുന്നത്. ഈ പോയിന്റ് ചെക്ക് ലൈൻ അല്ല, ചെക്ക് ലൈന് ബേസ് ലൈനായിട്ട് മാത്രമല്ല കണക്ട് ചെയ്യുക, ഓരോ ട്രയാങ്കിളിലും ഇങ്ങനെയും വരാം. ഓക്കെ, ഇങ്ങനെ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ 2 സർവേ ലൈൻസ് വെച്ചിട്ടും ചെക്ക് ചെയ്യാം. ബേസ് ലൈനായിട്ട് മാത്രം ചെക്ക് ചെയ്യണമെന്നില്ല. ഈ ഒരു ട്രയാങ്കിളിൽ ഇങ്ങനെയും വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അതാണ് ചെക്ക് ലൈൻ. ഇതുവരെ ക്ലിയർ അല്ലേ?
ഇത് ക്ലിയർ ആണെങ്കിൽ ഓഫ്സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ബേസ് ലൈനോ അതായത് മെയിൻ സർവേ ലൈനോ നമ്മളെ ബിൽഡിങ്ങോ ട്രീസോ അങ്ങനത്തെ ഓക്കെ 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 നമ്മളെ ബിൽഡിങ്ങോ അങ്ങനത്തെ ട്രീസോ ഒക്കെ നമ്മൾ ആ ഒരു ഏരിയയിൽ ഉണ്ടാവും. അത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ സർവേ ലൈൻ ഒരു ലൈൻ വരയ്ക്കും. ഈ ബിൽഡിംഗ് വരെ നമ്മളിപ്പോൾ മെയിൻ സർവേ ലൈൻ ഒരു ലൈൻ വരച്ചു. പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനെ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എന്നും, അതായത് ഈ ഒരു ലൈൻ നമുക്ക് ചെരിഞ്ഞിട്ട് കുറേ ദൂരമുള്ള ഡിസ്റ്റൻസുകൾ നമുക്ക് ചെരിഞ്ഞിട്ട് വരയ്ക്കാം, അങ്ങനെയാണെങ്കിൽ അതിനെ ഒബ്ലീക്ക് ഓഫ്സെറ്റ് എന്നും പറയും. അതാണ് ഓഫ്സെറ്റ് പറഞ്ഞാൽ. മെയിൻ സർവേ ലൈനിൽ നമ്മൾ ഒരു ബിൽഡിങ്ങോ ട്രീയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്നതാണ് ഓഫ്സെറ്റ്. 2 ടൈപ്പ് ഓഫ്സെറ്റ് ഉണ്ട്, ഒന്ന് പെർപെൻഡിക്കുലറും ഒന്ന് ഒബ്ലീക്ക് ഓഫ്സെറ്റും. അതാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്, ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ എടുത്തത്, അങ്ങനെയാണെങ്കിൽ അത് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ആവും. അത് അല്ലാതെ ചെരിഞ്ഞിട്ട് വേറെ ഒരു ആംഗിൾ ആയിട്ടാണെങ്കിൽ എടുത്തതിന് അതിനെ ഒബ്ലീക്ക് ഓഫ്സെറ്റ് എന്നും പറയും. ഇതാണ് ഓഫ്സെറ്റ്. അപ്പം ഈ സ്റ്റേഷൻസിനെ പറ്റിയും എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, ഇപ്പോൾ ക്ലിയർ അല്ലേ? ഓക്കെ. സോ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ടേക്കൺ പെർപെൻഡിക്കുലർ ടു ദ ചെയിൻ ലൈൻ. ചെയിൻ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്, അല്ലാതെ വിച്ച് ആർ നോട്ട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഒബ്ലീക്ക് ഓഫ്സെറ്റ്. അപ്പോൾ ഈ ഓഫ്സെറ്റ് എപ്പോഴൊക്കെ എടുക്കേണ്ടത്? വെൻ ദ ഒബ്ജക്റ്റ് ആർ അറ്റ് എ ലോങ് ഡിസ്റ്റൻസ് ഫ്രം ദ ചെയിൻ ലൈൻ, വെൻ ഇറ്റ് ഈസ് നോട്ട്. അപ്പോൾ ഈ ഒബ്ലീക്ക് ഏറ്റവും നല്ലത് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ആണ്. പക്ഷേ ഒബ്ലീക്ക് ഓഫ്സെറ്റ് ചില സാഹചര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. എങ്ങനെ? ആ ഒരു ഒബ്ജക്റ്റ് നല്ല ഡിസ്റ്റൻസിലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇട്ടെടുക്കാൻ പറ്റില്ല, അപ്പോൾ ഒബ്ലീക്ക് ഓഫ്സെറ്റ് എടുക്കാം. അല്ലെങ്കിൽ when it is not possible to set up at right angle due to some reason, എന്തെങ്കിലും റീസൺ കൊണ്ട് നമുക്ക് റൈറ്റ് ആംഗിൾ എടുക്കാൻ പറ്റിയില്ലെങ്കിലാണ് ഒബ്ലീക്ക് ഓഫ്സെറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് സർവേ സ്റ്റേഷൻസിൽ വരുന്നത്. സർവേ സ്റ്റേഷൻ, മെയിൻ സർവേ സ്റ്റേഷൻ, ഇതെല്ലാം ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണെങ്കിൽ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ റേഞ്ചിങ് ഔട്ട് ഓഫ് സർവേ ലൈൻസ്. അപ്പോൾ റേഞ്ചിങ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. While measuring the length of a survey line or chain line, the chain or tape must be stretched straight along the line joining its 2 terminal stations. അതായത് 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയിനിങ് ആണ് ചെയ്യുകയാണെങ്കിൽ ചെയിൻ നല്ല സ്ട്രെച്ച് ചെയ്തിട്ടാവണം നമ്മൾ പിടിക്കേണ്ടത്. So if the length of the line is less than the length of the chain, there will be no difficulty in doing so. അതായത് ഈ ലെങ്ത് ഓഫ് ദ ലൈന് ലെസ് ദാൻ ചെയിൻ ആണെങ്കിൽ, ഒരു ചെയിൻ ലെങ്ത്തിനെക്കാട്ടി ലെസ് ആണ് ഈ മെഷർമെൻ്റ് എങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് ആ ചെയിനായിട്ട് അളക്കാൻ പറ്റും. ഒരു പ്രാവശ്യം നമുക്ക് ചെയിൻ ജസ്റ്റ് പിടിച്ചാൽ തന്നെ നമുക്ക് അളക്കാൻ പറ്റും. പക്ഷേ ഈ ലൈൻ നമുക്ക് മെഷർ ചെയ്യേണ്ട ലൈന് ചെയിനെക്കാട്ടി എത്രയോ വലുതാണെങ്കിലാണ് ഈ പ്രശ്നം ഉണ്ടാവുക. എന്ത് പ്രശ്നം? ഇഫ് അവർ some intermediate points will have to be established in line with 2 terminal points. അപ്പോൾ വലിയൊരു ഡിസ്റ്റൻസ് ആണെങ്കിൽ കുറച്ച് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് A to Bയിലോട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് കാണേണ്ടി വരും. Process of establishing a number of intermediate points on survey line joining 2 stations in the field so that the length between the station can be measured accurately. അപ്പോൾ റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ സർവേ ലൈനിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനാണ് നമ്മൾ റേഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ A to Bൻ്റെ ഇടയിൽ നമുക്ക് ഇൻ്റർമീഡിയറ്റിലായിട്ട് 1-2 പോയിന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. കാരണം A to B വളരെ കൂടുതൽ ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യണതിൽ നമുക്ക് 2 രീതിയുണ്ട്. ഒന്ന് ഡയറക്റ്റ് റേഞ്ചിങ്ങും ഒന്ന് ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങും. അപ്പോൾ എന്താണ് ഡയറക്റ്റ് റേഞ്ചിങ് എന്ന് നോക്കാം. യൂസ്ഡ് വെൻ 2 ends ഓഫ് എ സർവേ ലൈൻ ആർ ഇൻ്റർവിസിബിൾ. അതായത് സർവേ ലൈനിൻ്റെ 2 ends കാണാൻ പറ്റുമെങ്കിൽ, നമുക്ക് നോക്കിയാൽ തന്നെ ആ ബിയിൽ നിന്നുള്ള പോയിന്റ് കാണുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് റേഞ്ചിങ് യൂസ് ചെയ്യാം. Can be either done by eye adjustment or using an optical instrument. ഐ വെച്ചിട്ടോ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടോ നമുക്ക് റേഞ്ചിങ് നടത്താം. അതായത് ഫസ്റ്റ് നമ്മളൊരു റേഞ്ചിങ് റോഡ് ഇവിടെ വെക്കും. ഫസ്റ്റ് A എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ റേഞ്ചിങ് റോഡ് യൂസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യും. പിന്നെ അവസാനത്തെ ടെർമിനൽ പോയിന്റ് ആയ B എന്നുള്ള പോയിന്റിൽ നമ്മൾ റേഞ്ചിങ് റോഡ് വെക്കും.
എന്നിട്ട് ഇതൊക്കെ ഒരു ലൈനിലാക്കണം. അതാണ് നമുക്ക് ചെയിനായിട്ട് ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ഒരു ലൈനിലാവണം. അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞ് മെഷർമെൻറ്റ് എടുത്താൽ തെറ്റിപ്പോവും. ഇത് ഒരേ രീതിയിൽ കറക്റ്റ് പ്രോപ്പർ ലൈനിൽ മെഷർമെൻറ്റ് എടുത്താൽ നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. അങ്ങനെ തെറ്റിപ്പോവാതിരിക്കാൻ നമ്മൾ എയും ബിയിലും മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണം. അതാണ് റേഞ്ചിങ്. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് പോയിന്റിൽ നമ്മൾ റോഡ് ഫിക്സ് ചെയ്യും, റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്യും. പിന്നെ വേറെ ഇൻ്റർമീഡിയറ്റ് പോയിന്റിൽ നമ്മൾ റേഞ്ചിങ് റോഡ് ഫിക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ എ എന്നുള്ള സ്റ്റേഷൻ നോക്കിയാൽ ഈ എല്ലാ റോഡ്സും റേഞ്ചിങ് റോഡ്സും ഒരേ ലൈനിലാണോ എന്ന് നോക്കണം. നമ്മളിങ്ങനെ ഒന്നിലെ ടെലിസ്കോപ്പ് വഴിയോ അല്ലെങ്കിൽ ഐ വെച്ചിട്ട് നോക്കിയാൽ തന്നെ അതൊക്കെ ഒരേ ലൈനിലാണോ എന്ന് നോക്കണം. അങ്ങനെ ഒരേ ലൈനിലാണെങ്കിൽ ആ ഡിസ്റ്റൻസ് ഒരേ സ്ട്രെയിറ്റ് ആയിരിക്കും, അതായത് ചെരിഞ്ഞു പോയിട്ടുണ്ടാവില്ല. പക്ഷേ ഒരേ ലൈനിലല്ലെങ്കിൽ നമ്മൾ അതിൽ ഒരേ ലൈനിലാക്കണം. എന്നിട്ട് വേണം ഈ ഒരു മെഷർമെൻറ്റ് എടുക്കാൻ. അതാണ് ഡയറക്റ്റ് റേഞ്ചിങ് എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് എയും ബിയും നമുക്ക് ബി എന്നുള്ള സ്റ്റേഷൻ നമ്മളെ മുന്നിൽ നമുക്ക് കാണാം. ഇങ്ങനത്തെ സമയത്ത് നമുക്ക് ഡയറക്റ്റ് റേഞ്ചിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് റേഞ്ചിങ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ഓക്കെ ദെൻ അടുത്തത് വരുന്നതാണ് ഇൻഡയറക്റ്റ് റേഞ്ചിങ്. ഇൻഡയറക്റ്റ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് റേഞ്ചിങ്ങിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഫസ്റ്റ് എ സ്റ്റേഷനും ബി സ്റ്റേഷനും നമുക്ക് കാണണം. ബി സ്റ്റേഷന് കാണാൻ പറ്റും, ഇൻ്റർവിസിബിൾ ആണ്. പക്ഷേ ഇൻഡയറക്റ്റ് റേഞ്ചിൽ നമുക്ക് ബി സ്റ്റേഷന് ഇൻ്റർവിസിബിൾ അല്ല, കാണാൻ പറ്റില്ല. കാരണം എന്താ, എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ എ എന്നുള്ള പോയിന്റ് ഉണ്ട്, ഇവിടെ ബി. പക്ഷേ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ബി എന്നുള്ള സ്റ്റേഷൻ ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു ഹില്ലായതുകൊണ്ട് തന്നെ ഒരു ഒബ്സ്ട്രക്ഷൻ ആണ്, ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ആണ്. അപ്പോൾ എന്ന് ബിയിലോട്ട് കാണാൻ പറ്റില്ല. അപ്പം യൂസ് ചെയ്യുന്ന റേഞ്ചിങ് ആണ് ഇൻഡയറക്റ്റ് റേഞ്ചിങ് ഓർ റെസിപ്രോക്കൽ റേഞ്ചിങ്. Used when both the ends of survey lines are not intervisible, either due to high intervening ground or due to long distance between them. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഹില്ലോ അല്ലെങ്കിൽ ഭയങ്കര ഓവർ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് അപ്പുറത്തുള്ള സ്റ്റേഷൻ ബി കാണാൻ പറ്റില്ല. ആ ടൈമിലാണ് നമ്മൾ ഇൻഡയറക്റ്റ് റേഞ്ചിങ് ഓർ റെസിപ്രോക്കൽ റേഞ്ചിങ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഫസ്റ്റ് നമ്മൾ എ ബി എന്നുള്ളൊരു സ്റ്റേഷൻസ് ഉണ്ടാവും. ആദ്യം നമ്മൾ M1 എന്നുള്ള പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണം. ഇൻ സച്ച് വേ ദാറ്റ് M1 എന്ന് നോക്കിയാൽ നമുക്ക് ബി കാണാൻ പറ്റണം, അതേപോലെ എ കാണാൻ പറ്റണം. ആൻഡ് N1 എന്നുള്ള, അതായത് ഈ ഒരു ലൈനിന് കുറച്ച് ദൂരമായിട്ട് ഹില്ലിൻ്റെ അപ്പുറത്ത് നിന്ന് നമ്മൾ ഈ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യണം. പിന്നെ N1 എന്നുള്ള പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണം ഇൻ സച്ച് വേ ദാറ്റ് ബി കാണാൻ പറ്റണം, അതേപോലെ M1 കാണാൻ പറ്റണം. ഇനി ഈ M1 ഉള്ള ഒരു സർവേയർ ഒരു റേഞ്ചിങ് റോഡായിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ ഈ N1 ഉള്ള സർവേയറിനോട് പറയും കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ, ലൈക്ക് ഇവിടുന്ന് നീങ്ങി മാറി നിൽക്കാൻ പറയും, ലൈക്ക് N2ലേക്ക്. അപ്പോൾ ഈ N2 ഉള്ള സർവേയറിന് ഇപ്പോൾ എന്താ ബി എന്നുള്ള പോയിന്റ് കാണാൻ പറ്റും. അതേപോലെ ഈ ഒരു N2 M2 ബി എന്നുള്ളത് ഒരേ ലൈനിലേക്ക് ആവും. അതേപോലെ ഇവിടെ N2 വരുമ്പം ഈ സർവേയർ M2ലേക്ക് നീങ്ങും. അങ്ങനെ M2 N2 ബി എന്നുള്ള ഇത് ഒരേ ലൈനിലാവും. പിന്നെ N2 എന്നുള്ള ആ ഒരു സർവേയറോട് പിന്നെയും മുകളിലോട്ട് പോയാൽ ഇവിടെ N3 ആവും. കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ട് N3 ആവും. പിന്നെ ആ N3 എന്നുള്ള ആൾ അവിടെ നീങ്ങിയതിൻ്റെ ശേഷം M2 ഉള്ള സർവേയർ പിന്നെ M3യിലോട്ട് പോകും. അങ്ങനെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഇതൊരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് എത്തും. ഇവർ നീങ്ങി സ്ട്രെയിറ്റിലേക്ക് എത്തും. അങ്ങനെ സർവേ ചെയ്യുന്നതിനാണ് റെസിപ്രോക്കൽ സർവേയിങ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? എല്ലാവർക്കും മനസ്സിലായോ? ഇത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി എന്താണ് റെസിപ്രോക്കൽ സർവേയിങ്. പിന്നെ ഇത് ചെയ്യുന്ന രീതിയാണ് രണ്ട്. ഓക്കെ. ഫസ്റ്റ് രണ്ട് പോയിന്റ്സ് നമുക്കറിയാം, എ ടു ബി. ഈ എ ബി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണല്ലോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യം ഈ സ്ട്രെയിറ്റ് ലൈനിൽ കുറച്ച് മാറിയിട്ട് നമ്മൾ M1 N1 എന്നുള്ള രണ്ട് പോയിന്റ് ലൊക്കേറ്റ് ചെയ്യും. ആ ഒരു സ്ഥലത്ത് രണ്ട് സർവേയർ റേഞ്ചിങ് റോഡായിട്ട് പിടിച്ചു നിൽക്കും. ഇങ്ങനെ അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ N1 എന്നുള്ള പോയിന്റ് നോക്കിയാൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ N1 നോക്കിയാൽ നമുക്ക് ബി എന്നുള്ള പോയിന്റ് കാണണം. അതേപോലെ M1 നോക്കിയാൽ നമുക്ക് എ എന്നുള്ള പോയിന്റും കാണണം. ഈ N1 നിന്ന് എയും കാണണം ബിയും കാണണം. അങ്ങനത്തെ രീതിയിലായിരിക്കണം ആ പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം M1 എന്നുള്ള ആള് ഈ സർവേയറിനോട് കുറച്ചും കൂടി മുകളിലേക്ക് നിൽക്കാൻ പറയും. അപ്പോൾ എന്താ, ഈ N1 എന്നുള്ള ആൾ N2ലേക്ക് പോകും. അപ്പോൾ ഈ N2 ഉം ബിയും ഒരേ ലൈനിലായി.
N2 നോക്കിയാൽ നമുക്ക് ഇവിടെ റേഞ്ചിങ് നോഡായിട്ട് നിൽക്കിയാൽ നമുക്ക് ഇവിടുത്തെ റേഞ്ചിങ് നോഡ് ഇങ്ങനെ കാണാൻ പറ്റണം. അപ്പോൾ ഈ N2 ഉള്ള ആൾ M1 സർവേയറിനോട് കുറച്ചും കൂടി ഈ മുന്നോട്ട് വരാൻ പറയുമ്പോൾ ഇങ്ങോട്ട് എവിടെ നിൽക്കും? M2 നിൽക്കും. അപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ 3 റേഞ്ചിങ് നോഡ്സ് ഇങ്ങനെ ഒരേ ലൈനിലേക്കായി. ഓക്കെ. പിന്നെ അഗെയിൻ ഈ M2 ആൾ N2 കുറച്ചും കൂടി മുകളിൽ കയറി നിന്നാൽ ഇവിടെ N3 ആവും. N3 റേഞ്ചിങ് നോഡ് വരിക. അപ്പോൾ എന്തായി? N2 N3 B ആയിട്ടുള്ള റേഞ്ചിങ് ഇവിടെ നോക്കിയാൽ ആ റേഞ്ചിങ് നോഡ് ഒരേ ലെവലിലായിട്ടായിട്ട് നിൽക്കുക. അപ്പോൾ ഈ N3 ഉള്ള ആൾ M2 പിന്നെയും കുറച്ച് മുകളിലോട്ട് വന്നാൽ ഇവിടെ റേഞ്ചിങ് നോഡ് വെക്കുമ്പോൾ ഇത് ഒരേ ലൈനിലായിട്ട് വരും. പിന്നെ അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഈ AMN എന്ന് B എന്നുള്ളതൊക്കെ ഒരേ ലൈനിലായിട്ട് വരുമോ. അങ്ങനെ മെല്ലെ മെല്ലെ മുകളിലേക്ക് കയറി വരുന്നതിനാണ് നമ്മൾ റെസിപ്രോക്കൽ റേഞ്ചിങ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ റെസിപ്രോക്കൽ റേഞ്ചിങ്? ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത മെത്തേഡാണ് ഒപ്റ്റിക്കൽ മെത്തേഡ്. അതിൽ ഒപ്റ്റിക്കൽ മെത്തേഡിൽ പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക് ആണ് യൂസ് ചെയ്യേണ്ടത്. ഡിസ്റ്റൻസ് ഈസ് നോട്ട് മെഷേർഡ് ബട്ട് കമ്പ്യൂട്ടഡ് ഇൻഡയറക്ട്ലി. ഡിസ്റ്റൻസ് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയിൻ വെച്ചിട്ടല്ല മെഷർ ചെയ്യുക, പക്ഷെ അതിൽ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാണ് ചെയ്യാറ്. ഇൻസ്ട്രുമെൻറ്റ് കോൾ ടാഷോമീറ്റർ. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ മെത്തേഡാണ് ഒരു ഇൻസ്ട്രുമെൻറ്റ്, ടാഷോമീറ്റർ എന്ന ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യണത്. ഇത് വെച്ച് സർവേ ചെയ്യുന്നതിനാണ് ഒപ്റ്റിക്കൽ മെത്തേഡ് ഓഫ് സർവേ എന്ന് പറയുക. ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് കോൺചർ മാപ്സ് ഓർ പ്ലാൻസ് റിക്വയറിങ് ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കൺട്രോൾ. അപ്പോൾ കോൺചർ മാപ്സും ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഈസി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടാഷോമീറ്റർ. അതായത് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടായതുകൊണ്ട് തന്നെ ഓവർ വർക്ക് ലോഡ് വരില്ല. അടുത്തതാണ് ഇലക്ട്രോമാഗ്നറ്റിക് മെത്തേഡ്സ്. മെഷർമെൻറ്റ്സ് ഓഫ് ഡിസ്റ്റൻസസ് യൂസിങ് ഇലക്ട്രോണിക് മെത്തേഡ്സ് ബേസ്ഡ് ഓൺ ദി ജനറേഷൻ, പ്രൊപ്പഗേഷൻ, റിഫ്ലക്ഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഡിവൈസ് വെച്ചിട്ട് നമ്മൾ സർവേ ചെയ്യുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് മെത്തേഡ്. അതിലെന്താണ്? ജനറേഷൻ, പ്രൊപ്പഗേഷൻ, റിഫ്ലക്ഷൻ, റിസപ്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് വരിക. ഓക്കെ. അടുത്ത ടോപ്പിക്കാണ് ആംഗുലാർ മെത്തേഡ് ഓഫ് സർവേയിങ്. ആംഗുലാർ മെത്തേഡ് ഓഫ് സർവേയിങ്ങിൽ വരുന്നതാണ് കോമ്പസ് സർവേയിങ്. അതിൽ ചെയിൻ സർവേയിങ് ക്യാൻ ബി യൂസ്ഡ് വെൻ ദ ഏരിയ ടു ബി സർവേഡ് ഈസ് കമ്പാരിറ്റീവ്ലി സ്മോൾ ആൻഡ് ഈസ് ഫെയർലി ഫ്ലാറ്റ്. അപ്പോൾ ചെയിൻ സർവേയിങ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഏരിയ കുറച്ച് കുറവാണെങ്കിലും പിന്നെ ആ ഒരു ഏരിയ ഫ്ലാറ്റ് സർഫേസ് ആണെങ്കിലാണ് ചെയിൻ സർവേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അല്ലാത്ത സാഹചര്യത്തിൽ, അതായത് വലിയൊരു ഏരിയ ഒക്കെ സർവേ ചെയ്യേണ്ട സമയത്ത് നമ്മൾ കോമ്പസ് സർവേയിങ് ആണ് യൂസ് ചെയ്യുക. However, when large areas are involved, methods of chain surveying alone are not sufficient and convenient. ഈ ഒരു സമയത്താണ് നമുക്ക് ചെയിൻ സർവേയിങ് യൂസ് ചെയ്യാൻ പറ്റില്ല. So in such cases, it becomes essential to use some sort of instrument which enables angles or directions of the survey lines to be surveyed. അപ്പോൾ ഈ ഒരു സമയത്ത് ആംഗിൾസും ഡയറക്ഷൻസും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനാണ് കോമ്പസ് എന്ന് പറയുക. ഈ കോമ്പസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആംഗിൾസും സർവേ ലൈൻസിൻ്റെ ഓരോ ഡയറക്ഷനും നമുക്ക് കോമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമ്മൾ ഈ സർവേയിങ്ങിലും ചെയിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇൻ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ഫോളോയിങ് ആർ ദി ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ സച്ച് മെഷർമെൻറ്റ്സ്. ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ഡയറക്റ്റ് മെഷർമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻസ്. അതായത് ഈ ആംഗിൾസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് സർവേയേഴ്സ് കോമ്പസും ഉണ്ട്, പ്രിസ്മാറ്റിക് കോമ്പസ്. രണ്ടും ഒരു ടൈപ്പ് ഓഫ് കോമ്പസ് ആണ്. പിന്നെ ആംഗിൾസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് തിയോഡലൈറ്റ്. തിയോഡലൈറ്റ് പറഞ്ഞാൽ ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഹൊറിസോണ്ടൽ ആംഗിൾസും വെർട്ടിക്കൽ ആംഗിൾസും മെഷർ ചെയ്യാൻ കഴിയും. അടുത്ത കോമ്പസ് സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ ആണ് ട്രാവേഴ്സിങ്. ട്രാവേഴ്സിങ് പറഞ്ഞാൽ സീരീസ് ഓഫ് കണക്റ്റഡ് ലൈൻസ്. അപ്പോൾ സീരീസ് ഓഫ് കണക്റ്റഡ് ലൈൻസ് പറയുമ്പം ഓരോ ലൈൻസും നമുക്ക് കണക്ട് ചെയ്ത് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു ബൗണ്ടറി ഉണ്ടാക്കാം. ആ ഒരു ഏരിയൻ്റെ ബൗണ്ടറി കാണാം. ഈ കണക്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഒരു ആംഗിളും വരും, പിന്നെ ഇവിടെ ഒരു ലീനിയർ മെഷർമെൻറ്റും വരും. ഇത് ലീനിയർ മെഷർമെൻറ്റ്. ഇവിടെ ഓരോന്നിനും ഓരോ ആംഗിളും വരും. ഈ ആംഗിൾ മെഷർ ചെയ്യാൻ നമ്മൾ കോമ്പസ് യൂസ് ചെയ്യും. അതേപോലെ ഇതേ ലീനിയർ മെഷർമെൻറ്റ് അളക്കാൻ വേണ്ടി നമ്മൾ ചെയിൻ ഓർ ടേപ്പ് യൂസ് ചെയ്യും.
So traversing is that type of survey in which number of connected survey lines form the framework. അതായത് സർവേ ലൈൻസ് കണക്ട് ചെയ്താണ് ആ ഒരു ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യണത്. ആൻഡ് ദ ഡയറക്ഷൻ ആൻഡ് ലെങ്ത്സ് ഓഫ് ദ സർവേ ലൈൻസ് ആർ മെഷർഡ് വിത്ത് ഹെൽപ്പ് ഓഫ് എൻ ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. അതായത് ഈ ഡയറക്ഷൻ ഈ ആംഗിൾ മെഷർ ചെയ്യാൻ ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആയ കോമ്പസ് യൂസ് ചെയ്യാം. അതേപോലെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ചെയിനും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ലൈൻസ് കണക്ട് ചെയ്ത് ഒരു സർക്യൂട്ട് പോലെ ആവുന്നതിന് നമ്മൾ ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് വെൻ ദ ലൈൻസ് ഫോം എ സർക്യൂട്ട് വിച്ച് എൻഡ്സ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇറ്റ് ഈസ് നോൺ ആസ് ക്ലോസ്ഡ് ട്രാവേഴ്സ്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് തന്നെ കണക്ട് ചെയ്ത് ഇത് അവസാനിക്കുന്നുണ്ടെങ്കിൽ അതിനെ ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയും. ഇനി സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലല്ല ഇത് എൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറയും. ഈ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് നോൺ പോയിന്റ് ആയിരിക്കും, നമുക്കറിയാവുന്ന ഒരു പോയിന്റ്. അതിപ്പോൾ സർവേ ചെയ്ത് നമ്മൾ തിരിച്ച് ആ നോൺ പോയിന്റിലേക്ക് എത്തുകയാണെങ്കിൽ അതിനെ ക്ലോസ് ട്രാവേഴ്സ് എന്ന് പറയും. പിന്നെ കണക്ട് ചെയ്ത് നോൺ പോയിന്റ് ഒരു അൺനോൺ പോയിന്റിലോട്ടാണ് എത്തുന്നതെങ്കിൽ അതിനെ ഓപ്പൺ ട്രാവേഴ്സ് എന്നും പറയും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.